അപ്പോൾ അള്ളഹാനോട് പ്രാർത്ഥിച്ച ലോക്കൽ KSRTC പോയ മാതിരിയാണ്. അത് എത്തിയെങ്കിൽ എത്തി. ഇങ്ങനെ എഞ്ഞു വലിച്ച് കോഴിക്കോട് എത്തുമ്പോൾ തന്നെ ഇവിടുന്ന് പോയാൽ 1.5 മണിക്കൂറാവും. നല്ല ബെൻസുകാർ പോയാൽ ചും വെച്ചിട്ട് 20 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് പിടിക്കാം. അപ്പം അള്ളഹാനോട് പ്രാർത്ഥിച്ച ലോക്കൽ KSRTC കയറിയ മാതിരിയും പിന്നെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും പ്രാർത്ഥിച്ച ബെൻസുകാർ പോയ മാതിരി. എല്ലാവരും ബെൻസിലല്ലേ പോകുള്ളൂ. ഇനി അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ ആരും നിൽക്കില്ല. അത് KSRTC കയറിയ മാതിരി മുണ്ടാന്നാജി ബെൻസ് ഉണ്ടാവുമ്പോൾ എന്തിനാ ഈ ലോക്കൽ KSRTC? നിങ്ങൾ എവിടുക്കാ മുസ്ലിയാക്കന്മാരെ ജനങ്ങളെ കൊണ്ടുപോണത്? പണ്ട് കാലത്ത് നിങ്ങൾ വാദപ്രതിവാദത്തിൽ എഴുതിയെന്താ? മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചുകൊണ്ടുള്ള ഇസ്തിഗാസ അത് ജായിസാണ്. അപ്പം നമ്മൾ പലപ്പോഴും വാദപ്രതിവാദത്തിൽ ചോദിച്ചാൽ ജായിസ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രത്യേക പുണ്യമല്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമല്ല അല്ലേ? അപ്പം 2 സുന്നികൾ, ഒരു സുന്നി അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ച് മരിച്ചുപോയി, അപ്പുറത്തുള്ള സുന്നി അള്ളഹാനെയും വിളിക്കും അമ്പർത്ത തങ്ങളെയും വിളിക്കും, അള്ളഹാനെയും വിളിക്കും ബദരീങ്ങളെയും വിളിക്കും. 2 ആളും മരിച്ചു എന്ന ഒരുപോലെയാണ്. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ വെറുതെ ഈ വാദപ്രതിവാദം കുഴപ്പത്തിന് നിൽക്കണം മൂല്യാര്. ഞങ്ങൾ ഈ പറഞ്ഞ സുന്നിതമായിരിക്കാന്ന് വിചാരിച്ചാളി. ഞങ്ങൾ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അള്ളഹാനോടും പ്രാർത്ഥിക്കുന്നു, അള്ളാഹാൻ ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കണു. അത് പ്രാർത്ഥിച്ചിട്ടാച്ചിട്ടൊരു ദോഷമല്ല, പ്രാർത്ഥിച്ചിട്ടൊരു ഗുണമില്ല എന്നാ അപ്പം നിങ്ങൾ ജായിസ് എന്ന് പറഞ്ഞാൽ. അപ്പം അക്കുടുക്കുന്ന രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം കണ്ടുപിടിച്ച വാക്കാണ് പുതിയൊരു ഹുക്കും ഫലപ്രദം. ഹറാമ്, വാജിബ്, സുന്നത്ത്, മക്രു ഒക്കെ പോയിട്ട് ഇപ്പം ഒരു പുതിയ ഹുക്കുമും കൂടി ഫലപ്രദമാണ്. എന്നിട്ട് അതിന് ഉദാഹരണം ബെൻസും കണ്ടോ. എവിടെ എത്തിപ്പോ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കും. ഇവരെ വേറൊരാളുണ്ടായിരുന്നു, നാട്ടിക മൂസ മുസ്ലിയാർ, വലിയ വായാടിയായിരുന്നു. അയാൾ പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ചില മര്യാദകളുണ്ട്, ആദാബുകൾ. അതിൽപ്പെട്ടൊരു മര്യാദയാണ് മഹാന്മാരെ ഇടയിൽ നിർത്തുക. അപ്പൊ നേർക്ക് നേരെ പ്രാർത്ഥിച്ച അതവില്ലാത്ത പ്രാർത്ഥനയാണെങ്കിൽ ഉത്തരം കിട്ടൂല. നേരെ മറിച്ച് ഇടയിൽ ആൾ നിർത്തി പ്രാർത്ഥിച്ചാലോ ഉത്തരം കിട്ടും. അതവുള്ള പ്രാർത്ഥനയാണ്. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നയിക്കാനാണ് മുസ്ലിയാക്കന്മാർ ശ്രമിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ലോക്കൽ KSRTC പോയ മാതിരി എത്തിയാൽ കാണാം. മറ്റതോ ഉഷാറായിട്ട് സുഖസുന്ദരമായിട്ട് വിചാരിച്ച സമയത്ത് അവിടെ എത്തും. അപ്പം അള്ളഹാനോട് പ്രാർത്ഥിച്ചാൽ സർക്കാർ ഓഫീസിൽ അപേക്ഷ കൊടുത്ത മാതിരി കിട്ടിയാൽ കിട്ടി. മറ്റതോ ഉറപ്പാ. കാരണം അള്ള പോലും പറഞ്ഞിട്ടില്ലല്ലോ വായ മൂടുന്നതിനും ഉത്തരം ചെയ്യാന്ന് പറഞ്ഞോ. നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. എപ്പോൾ ഉത്തരം ചെയ്യാം? എപ്പോഴെങ്കിലും ഉത്തരം ചെയ്യും. 10 ആൾ പ്രാർത്ഥിച്ചാൽ 10 കോലത്തിലായിരിക്കും. ചിലർക്ക് പിറ്റേന്ന് തന്നെ കിട്ടും, ചിലർക്ക് അന്ന് രാത്രി തന്നെ കിട്ടും അല്ലേ? ചിലർക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടും, ചിലർക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടും, ചിലർക്ക് മരിക്കോളം കിട്ടൂല. എന്നാലോ അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? റസൂല് പറഞ്ഞു യുസ്തജാബു ലിഅഹദിക്കും മാ ലം യസ്തഅജിൽ, നിങ്ങൾ ധൃതി കാണിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സഹാബികൾ ചോദിച്ചു മൽ ഇസ്തിജാൽ യാ റസൂലല്ലാഹ്, എന്താ റസൂലെ ധൃതി കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? നബി പറഞ്ഞു നിങ്ങളൊരാൾ പറയും ദഅഉതു ഫലം റഅ യുസ്തജാബു ലി, ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഉത്തരം കിട്ടുന്നത് കാണുന്നില്ലല്ലോ. ഫയസ്തഹ്സിറു ഇൻദ ദാലിക, എന്നിട്ട് അയാൾക്ക് നിരാശ ബാധിക്കും. പ്രാർത്ഥിച്ചിട്ട് കാര്യം, എത്ര പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയില്ലല്ലോ, ഇനി എനിക്ക് ദുആയും വേണ്ട അലക്കും വേണ്ട നിൽക്കാനും വേണ്ട, ഞാൻ നിരീശ്വരവാദിയായി പോവാണ്, അത് നിർബന്ധവാദിയാകുകയാണെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥന തന്നെ ഒഴിവാക്കും. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോളി, അതാ നിങ്ങളെ ഉത്തരവാദിത്വം. ഉത്തരം തരില്ല, അല്ലേ തീരുമാനിക്കുക. ഉത്തരം കിട്ടിയില്ല വെച്ചിട്ട് നിങ്ങളെ പ്രാർത്ഥന വെറുതായി എന്ന് വിചാരിക്കേണ്ട. നിങ്ങളെ ഓരോ ദുആയും ഓരോ ഇബാദത്താണ്, അതിന് ഓരോ പുണ്യം നിങ്ങൾക്ക് കിട്ടും. പരലോകത്ത് നിങ്ങൾക്ക് പദവി ഏറ്റി കിട്ടും, നിങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥന വെറുതെ ആയി എന്ന് വിചാരിക്കേണ്ട. പ്രാർത്ഥന ഒരു ഇബാദത്താണ്, അത് പുണ്യമാണ്. മരിക്കോളം തേടിയിട്ട് 95 കഴിഞ്ഞിട്ട് മരിക്കാൻ പോണ കാക്കാനോട്, അല്ല കാക്ക അങ്ങക്ക് നിങ്ങൾ എല്ലാ ദുആക്കും ഉത്തരം കിട്ടിയോന്ന് ചോദിച്ചാൽ, ഇല്ല മോനെ, പല ദുആക്കും ഉത്തരം കിട്ടാതെ ഒരുപാട് മോഹങ്ങളെ മനസ്സിൽ താലോലിച്ചിട്ട് ഈ കാക്ക മരിച്ചോണെന്നാ പറയാ. എന്നാലോ നിരാശപ്പെടണ്ട, പരലോകത്ത് അതിനൊക്കെ കൂലി കിട്ടും. ചോദിച്ച ഓരോ ചോദ്യത്തിനും കൂലി കിട്ടി. ഇതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ മുസ്ലിയാക്കന്മാർ പറയണത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് കിട്ടിയാൽ കിട്ടിയെന്നുള്ളൂ. മഹാന്മാരോട് പ്രാർത്ഥിച്ചാലോ വായ കൂടുന്നതിനും ഉത്തരം കിട്ടും. നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പണ്ഡിതന്മാരാണോ, അതല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലേക്ക് അടുപ്പിക്കുന്ന പണ്ഡിതന്മാരാണോ? ദീനിയായ പണ്ഡിതന്മാരെന്താ ചെയ്യേണ്ടത്? ഉമ്മത്തിനെ, ഈ സമുദായത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പ്രേരണ നൽകണം. അതിന് പ്രേരണ നൽകല്ല. നമ്മളെ സലാഹുദ്ദീൻ ഫൈസി പറയുന്നത് കേട്ടോളിങ്ങൾ. മമ്പറം തങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട്
എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഖുതുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയില്ല. കണ്ടോ? അള്ളാഹുവിനെ വിളിച്ചോ, റഹ്മാനായ റബ്ബിനെ വിളിച്ചോ, ഖുതുബ് സമാനെ വിളിക്കൽ ശിർക്കാണ് കേട്ടോ. അള്ളാഹിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ ഒരിക്കൽ പോലും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. ലോക ഖുറാഫി. ഇതാ ഞങ്ങൾക്ക് അതിന് ഒരാളുടെ മറുപടി, വേറൊന്നും പറയാല്ല. ഇത് സുന്നത്ത് ജമാഅത്താ തന്നെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സംസ്കാരം. അത് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ, അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടോ വിളിച്ചാൽ അവർക്ക് വിളിവേൽക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഏത് കിതാബിലോടാണുള്ളത്? ഖുതുബ് സമാനെ എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എവിടെയുള്ളത്? ഇവിടെ വന്ന് പറയണം എന്നീ ഒരു കാര്യം, അല്ലെങ്കിൽ അവന്റെ സീൽബന്ധികൾ ഇവിടെ നിന്ന് പറയണം. അള്ളാഹു പറഞ്ഞെന്താ? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കുന്നതല്ല. അത് ആരൊക്കെയുണ്ട് ഈ ആയത്തിറങ്ങുന്ന കാലത്ത്? ഈസ നബിയോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയുണ്ട്, ഉസൈർ നബിയോട് പ്രാർത്ഥിക്കുന്ന യഹൂദിണ്ട്, അബൂജഹലൊക്കെ പ്രാർത്ഥിക്കുന്ന ആരോടാ? ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കുന്നു, ലാത്തയോട് പ്രാർത്ഥിക്കുന്നു, മലക്കുകളോട് പ്രാർത്ഥിക്കുന്നു, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാ പറഞ്ഞത് നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല. സൃഷ്ടികളുടെ പ്രാർത്ഥന കേൾക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഉത്തരം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ലെന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ് അങ്ങനെ ഖുതുബ് സമാന് കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞേ, കൊടുത്തൂടേന്നല്ല. ഒരു സംശയം പോലും മൂപ്പർക്കല്ല, കിട്ടിയ ഉറപ്പ് കിട്ടിയ മാതിരി. എവിടെ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയത്? ഏതായത്തിലാ പറഞ്ഞിട്ടുള്ളത് ഖുതുബ് സമാന് ജനങ്ങളെ പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്? അപ്പൊ മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നയിക്കാൻ വേണ്ടി ഇവർ വളരെ പ്ലാനിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബലാപ്പ മിതവാദി സുന്നി നല്ല മിതവാദിയാ. ഈ ജാതിയാ മിതവാദം. അവര് ലീഗാകണോ ആകണ്ടേന്നാ പോലുമില്ല തർക്കം. ശിർക്കിൽ രണ്ടൂട്ടിക്ക് ഒരു തർക്കമല്ല. പിന്നെ രണ്ടും വേറിട്ട് നിന്നപ്പോ ഒന്ന് തീവ്രം ഒന്ന് തീവ്രത കുറഞ്ഞോന്ന് വരുത്തി തീർക്കണല്ലോ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ ശിർക്കിനെയും ന്യായീകരിക്കുന്ന കൂട്ടരാ രണ്ടു കൂട്ടരും. ഇനി നമ്മള് പൂക്കോട്ടൂർക്കാരുണ്ട്, വേറൊരു വലിയ നേതാവാ. അയാൾ പറയുന്നത് കേട്ടോളിങ്കള്, ന്യായീകരണം ശിർക്കിനെ ന്യായീകരിക്കുന്നതാണ്. വിളിക്കുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനോട് സഹായം തേടുന്നു. അദൃശ്യമാകട്ടെ ദൃശ്യമാകട്ടെ, ജീവിച്ചിരിക്കുന്ന കാലത്താവട്ടെ ജീവിച്ചിരിക്കാത്ത കാലത്താകട്ടെ, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനാരും ദൈവമായി കാണുന്നില്ലല്ലോ. മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ ആരും ദൈവമായി കാണുന്നില്ലല്ലോ. അത്തരമൊരു വിശ്വാസം നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാനവറുകളോട് നമ്മുടെ സഹായാർത്ഥന നടത്തിയാൽ, മഹാനവറുകളെ നമ്മുടെ ഇടയിൽ നിർത്തിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൗഹീദ്, അചഞ്ചലമായ വിശ്വാസം, ആരാധിക്കപ്പെടാൻ അർഹൻ പടച്ചറപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ്. മൊഹീദ്ദീൻ ശൈഖ് തങ്ങളാകുന്ന ഔലിയാക്കളുടെ തലവനാണെങ്കിലും ലോകത്തെ പ്രവാചകന്മാരുടെ തലവനായ അഷ്റഫുൽ ഖൽഖാണെങ്കിലും രണ്ടുപേർക്കും അല്ലാഹു കൊടുത്ത കഴിവിന്റെ അപ്പുറത്തൊരു കഴിവില്ല. പക്ഷേ നമ്മളൊരു കാര്യം കൂടി വിശ്വസിക്കുന്നു, ഭൂമകത്തൊരു വ്യക്തിക്ക് പടച്ചറപ്പ് കഴിവ് കൊടുക്കുന്നതിന് പരിധിയില്ല. അത് വിശ്വസിക്കാൻ ചില ആളുകൾക്ക് പ്രയാസം. അബ്ദുസ്സമദ് പൂക്കോട്ടൂര് സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നാവാണ്. പക്ഷേ ശിർക്കിനെ ന്യായീകരിക്കുന്ന വാക്കുകളാ അപ്പൊ കേട്ടത്. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നു, ഗൗസുൽ വിളിക്കുന്നു, പക്ഷേ റസൂൽ ദൈവമാണെന്ന് നമ്മൾ കരുതുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹു അല്ലാതെ ആരാധനക്കാരൻ അചഞ്ചലമായ വിശ്വാസം നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. എന്നിട്ട് ആരെ വിളിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം അവർക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവിന് യാതൊരു പരിധിയില്ല. ആ പരിധി ഇല്ലാതെ കൊടുക്കണ കഴിവിനെ പറ്റി ചിലർക്ക് വിശ്വാസമല്ലാന്ന് ഞമ്മക്കൊരു ചൊട്ടും. നോക്കണം നിങ്ങൾ, ദൈവമായി കാണുന്നില്ല പറഞ്ഞാൽ ഇലാഹാണെന്ന് വിശ്വസിക്കണില്ല. ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാള് മുഹയ്യദ്ദീൻ ശൈഖിനെയോ മമ്പർത്ത തങ്ങളെയോ ബദരീകളെയോ വിളിച്ചാൽ അത് ശിർക്കല്ല. കാരണം എന്താ? ഇലാഹാണെന്ന് വിശ്വസിക്കണില്ല. ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂന്ന് ശിർക്കിന്റെ നിർവചനത്തിൽ ഏതെങ്കിലും ഒരു മുൻഗാമി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഞങ്ങളോട് നിർവചനം ചോദിക്കാറുണ്ടല്ലോ,
കൊട്ടപ്പുറത്ത് ചോദിച്ചു, അവിടുന്ന് ചോദിച്ചു, ഇവിടുന്ന് ചോദിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ. നിങ്ങളെ കിതാബിൽ പഠിപ്പിക്കുന്ന അതിൻ്റെ ഉദ്ധരിച്ചോളി. ഏതെങ്കിലും ഒരു മുൻഗാമി ശിർക്കിന് നിർവചനം പറഞ്ഞപ്പോ ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാലേ ശിർക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം പിൽക്കാലത്ത് നിങ്ങൾ കൂട്ടിച്ചേർത്തതാ. അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാണ് ഇബാദത്ത്. അത് അള്ളാഹ് കൽപ്പിച്ചാൽ അള്ളാഹ്ക്കുള്ള ഇബാദത്ത്, അള്ളാഹു വല്ല മൊയ്തീൻ ശൈഖ് കൽപ്പിച്ചാൽ മൊയ്തീൻ ശൈഖുള്ള ഇബാദത്ത്, മുഹമ്മദ് നബി കൽപ്പിച്ചാൽ മുഹമ്മദ് നബിക്കുള്ള ഇബാദത്ത്. ഇതാണ് പൂർവ്വഗാമികളൊക്കെ പഠിപ്പിച്ചത്. എന്നിട്ട് ശിർക്കിന്റെ നിർവചനം നമ്മളോട് ചോദിച്ചിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങൾ ദൈവമായി കാണുന്നില്ല, അല്ല കൊടുത്ത കഴിവ് എന്നാ ചോദിക്കണത്. അള്ളാഹ് ഇവർക്കൊക്കെ കഴിവ് കൊടുത്തു എന്ന് പൂക്കോട്ടൂരിനോട് നിന്നാ കിട്ടിയത്? അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞ സിട്ടികളെ പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവ് ഈ മൊഹീദ്ദീൻ ശൈഖിനോ അല്ലെങ്കിൽ മമ്പർത്ത തങ്ങൾക്കോ ബദരീകൾക്കോ കൊടുത്തിന്? ഏതായത്തിലുള്ളത്? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യൂല, പ്രാർത്ഥന കേൾക്കൂല എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? എന്നിട്ട് ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ ജീവിച്ചിരിക്കാത്തപ്പോഴാകട്ടെ നാം ഉപ്പര് പറയുന്നത്. ജീവിച്ചിരിക്കുന്നവരോട് പറയുന്നതും ജീവിച്ചിരിക്കാത്തവരോട് പറഞ്ഞ ഒരു മാതിരിയാണോ? രണ്ടും തമ്മിൽ വ്യത്യാസമല്ലേ? അങ്ങനെയാണെങ്കിൽ അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ ഭാര്യമാരെ എന്തിനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വേറെ ആർക്കും കല്യാണം കഴിക്കാൻ പാടില്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. പക്ഷെ ഔലിയാക്കന്മാർ മരിച്ച അവരെ ഭാര്യമാരെ കെട്ടിച്ചു കൊടുക്കുന്നില്ലേ? അവരെ സ്വത്തോഹരി വെക്കുന്നില്ലേ? കാരണം എന്താ? അവർ മരിച്ചുപോയി. അവർക്ക് ജീവി ലോകവുമായി ബന്ധം വിട്ടു ബർസഖി ലോകത്തേക്ക് നീങ്ങി. ഈ ഒരു വിശ്വാസമല്ലേ മുസ്ലിമീങ്ങൾക്കുള്ളത്? എന്നിട്ട് ബർസഖി ലോകത്തിരുന്നിട്ട് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യോ? ബർസഖ് എന്ന് പറഞ്ഞാൽ തന്നെ മറാനാർത്ഥം. ഇവിടുന്ന് അങ്ങോട്ടും കാണൂല, അവിടുത്തെ അറിയില്ല, അവിടുന്ന് ഇങ്ങോട്ടും കാണാനും അറിയാനും കഴിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും പഠിപ്പിക്കുന്നത്. അതാണ് സലഫുകൾ മനസ്സിലാക്കിയത്. അതാണ് സ്വഹാബത്തിന്റെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന് അവർ ചോദിക്കേണ്ട സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടും അവർ ചോദിച്ചില്ല. ഇങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നതെന്നാണ് പൂക്കോട്ടൂർ തന്നെ വീണ്ടും പറയുന്ന ചില രംഗങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ഒന്നുകൂടി പറയുന്നത് കേട്ടോ. രാമായണത്തിലുണ്ട് വാൽമീകി മഹർഷി പറയുന്നൊരു വാചകം. വാൽമീകി മഹർഷി രാമനോട് പറയണ, രാമ മനം കൃതം കൃതം രാമ, മനസ്സിന്റെ പ്രവർത്തനമാണ് രാമ പ്രവർത്തനം. ഇന്ന ശരീരകൃതം കൃതം, ശരീരത്തിന്റെ പ്രവർത്തനമല്ല നോക്കണ്ട. ശരീരം എന്ത് ചെയ്യുന്നു നോക്കണ്ട, മനസ്സെന്ത് ചെയ്യുന്നു നോക്കോ. എന്നിട്ട് വാൽമീകി മഹർഷി ഒരു മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാം, ഏനെ ആലിംഗതേ കാന്താൽ തേതേ ആലിംഗതേ സുതാ, നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമല്ലോ, അതിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കയ്യുണ്ടല്ലോ, ആ കൈ കൊടുക്കുന്ന സുതാ, നിന്റെ മകളെയും നീ ആലിംഗനം ചെയ്യുന്ന ആ കൈയുണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കൈയുണ്ടാണ്. പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസം ഉണ്ടില്ലേ? മനസ്സിലൊരു വ്യത്യാസം. മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെന്ന് വിളിച്ചാൽ മൊഹീദ്ദീൻ ശൈഖ് പഠിച്ചോണാ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. അള്ളാഹ് വിളിച്ചാലുള്ള വിശ്വാസം വേറെ തന്നെയല്ലേ? രണ്ടും രണ്ടാ. ഒന്ന് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് കാക്കാനും ഒന്ന് അള്ളാഹിന്റെ കഴിവുകൊണ്ട് കാക്കാനും രണ്ടും വ്യത്യാസം. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നത് തനിക്ക് വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസ് വേണ്ട തന്നെ. ഖുർആൻ ഹദീസ് കൊണ്ട് തെളിയില്ലാന്ന് മൂപ്പർക്ക് മനസ്സിലായപ്പോ വാൽമീകിന്റെ രാമായണം കൊണ്ട് തെളിയിക്കാനാണ് മൂപ്പരെ ശ്രമപ്പോ. നിങ്ങൾക്ക് ഇനി വാൽമീകി തന്നെ കിട്ടുള്ളൂ, റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞോളിഞ്ഞി. വാൽമീകിന്റെ പേര് വെക്കുമ്പോ മനസ്സ് നന്നായാ മതി, ശരീരം എന്താ ചെയ്യണമെന്ന് നോക്കണ്ടെന്ന് രാമാ. രാമനുള്ള ഉപദേശം അത് ഓനും ബാധകാന്ന് അതാപ്പാ പറഞ്ഞ്. എന്നിട്ടോ മൂപ്പര് പറയാണ്, മകളെ കെട്ടിപ്പിടിക്കണം ഭാര്യയെ കെട്ടിപ്പിടിക്കണം ഒരേ കൈകൊണ്ടല്ലോ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമല്ലേ മനസ്സിൽ. അതുപോലെയാണ്. എന്താ ഉദാഹരണം? അപ്പൊ മുഹമ്മദ് നബിയെ വിളിക്കണതും അള്ളാഹിനെ വിളിക്കണം, അല്ലെ ഷെയ്ഖ് ജീലാനിയെ വിളിക്കണം അള്ളാഹിനെ വിളിക്കുമ്പോൾ മനസ്സിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? മൂപ്പര് പറയാ, അത് അള്ളാഹു സ്വന്തം കൈകൊണ്ട് സഹായിക്കാനും മൊയ്തീൻ ഷെയ്ഖ് അള്ളാഹ് കൊടുത്ത കൈകൊണ്ട് സഹായിക്കാനുമാണ്. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? ഇതേത് ഖുർആനിലുള്ളത്? അബൂജഹൽ പറഞ്ഞോ, മുഹമ്മദേ ഞാൻ ഇബ്രാഹിം നബിനെ വിളിക്കണേ, നീ എന്തിനാ എതിർക്കുന്നത്? നീ നിന്റെ കൂട്ടുകാരൻ അബൂബക്കറിനെ ഉമറിനെയൊക്കെ വിളിക്കലില്ലേ? അതുപോലെ ഞാൻ ഇബ്രാഹിം നബിയെ വിളിക്കുന്നു. ഞാൻ അള്ളയാണെന്ന് വിചാരിച്ചിട്ടോ ലോകത്തെ സിട്ടാവാന്ന് വിചാരിച്ചിട്ടോ എന്നല്ല ഞാൻ വിളിക്കണത്. അബൂജഹൽ പോലും പറയാത്ത ന്യായീകരണം അപ്പൊ പറയുന്നത് കണ്ടോ? അപ്പൊ ദൈവമാണെന്ന് വിശ്വസിക്കണില്ല, അള്ള കൊടുത്ത കൈകൊണ്ട് സഹായിക്കുന്ന വിശ്വസിക്കണം. അള്ള കൊയ്വ് കൊടുത്തു എവിടെ? അതങ്ങൾ ആദ്യം തെളിയിക്കേണ്ടത്. സൃഷ്ടികളുടെ പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇന്നാലിന്റെ സൃഷ്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ എവിടെയുള്ളത്? കൊടുത്തൂടെ എന്നുള്ള ഊഹം പോരാ, കൊടുത്തു എന്ന് ഉറപ്പ് വേണം, വ്യക്തമായ അറിവ് വേണം, ഇൽമു വേണം. അതില്ല എന്നതാണ് വാസ്തവം. ഇത് പ്രസംഗിച്ച് നടക്കുന്ന കാസിമി, മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടെന്ന് പറയുന്ന കാസിമി, അയാൾ എന്താ പറഞ്ഞറിയോ?
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂപ്പര് അള്ളാഹിൻ്റെ റസൂലിനെയും ബദരീങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അന്ന് പോരുന്നത് എന്നാണ്. അത് കേൾപ്പിച്ചു കൊടുക്കും. എല്ലാവർക്കും എല്ലാവരും സൗകര്യം പരമാവധി ഒക്കെ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമ്മളെ പരിപാടിയാണ്, ഇത് ദീനിൻ്റെ പരിപാടിയാണ്, ഇത് ദീനിന് വേണ്ടിയാണ്. മുസ്തഫ നബിയെ ഏൽപ്പിച്ചിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമായി തീരുകയും ഇതിലൂടെ ബിദ്അത്ത് പരാജയപ്പെടുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഏതൊരു കൈകളും കാലുകളുമാണോ തൗഹീദിന് വേണ്ടി ആദ്യമായി ജീവാർപ്പണം നടത്തിയത് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാഹു തആല അവരെ പിന്തലമുറക്കാരായി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എങ്ങനെയുണ്ട്? അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോരുന്നത്, സത്യത്തിന് വേണ്ടി പോരാടാന്നല്ല. അള്ളാഹിനെ ഏൽപ്പിച്ച KSRTC മാതിരിയല്ലേ, ലോക്കൽ KSRTC അല്ലേ. അപ്പൊ റസൂലിനെ ഏൽപ്പിച്ച് പോരുമ്പോ അപ്പൊ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നിട്ടാ നമ്മൾ ഇറങ്ങുക. ഇയാൾ ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലാ റസൂലില്ലാഹി വഅലാ അസ്ഹാബിൽ ബദർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാൻ പറ്റില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിർ റസൂൽ വലാ ബി അസ്ഹാബിൽ ബദർ. ദുആ എന്നാണ് മാറ്റി. നോക്കണം നിങ്ങൾ, സത്യത്തിന് വേണ്ടി പോരാടാൻ, സത്യത്തിന് വിജയിപ്പിക്കാൻ വേണ്ടി പോരാ. ആര് പഠിപ്പിച്ചതാ അത്? സഹാബത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ ഏൽപ്പിച്ചിട്ടാ പോയത്. റസൂലിൻ്റെ വഫാത്തിന് ശേഷം എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി. അവരൊക്കെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ മുസ്തഫയായ നബിയെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നതെന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് പറഞ്ഞിട്ടുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ടോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്കിത്? ഏതൊരു കൈകളും കാലുകളുമാണോ അള്ളാഹുവിൻ്റെ തൗഹീദിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത് അവരെ ഏൽപ്പിച്ചിട്ട് എന്നാ ബദരീകളെ? ബദർ യുദ്ധമല്ല ആദ്യം നടന്ന യുദ്ധം. അതിന് ബദർ ശുഹദാക്കൾ 14 ആൾ മരിച്ചുപോയി അല്ലേ, ഷഹീദായി. ബദർ യുദ്ധം നടന്നത് ഹിജറ 2-ന്. പിന്നെയും 8 കൊല്ലം അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ചു. ബദറിന് ശേഷം മുഹദും ഖൈബറും ഖന്തക്കും ഒക്കെ ഉണ്ടായി. ആ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ റസൂൽ പറഞ്ഞോ, നിങ്ങളെല്ലാവരും ബദർ ശുഹദാക്കളെ കാര്യം ഏൽപ്പിച്ചിട്ട് ഇറങ്ങണം, എന്നാലേ മുഹദും ഖൈബറും ഖന്തക്കൊക്കെ വിജയിക്കുള്ളൂ പറഞ്ഞോ. എവിടുന്ന് കിട്ടി കാശ്മീർ? മുസ്ലിമീങ്ങളിലെ ശിർക്ക്, പച്ചയായ ശിർക്ക്, അത് നിലനിർത്താനാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇദ്ദേഹവുമായിട്ട് ആദ്യം പരിചയപ്പെട്ട രംഗം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പ്ലെയിനിലിരിക്കുകയാണ്, മൂപ്പരും പ്ലെയിനിലിരിക്കുകയാണ്. എൻ്റെ ഹജ്ജ് ഗ്രൂപ്പ് നേരത്തെ പോയിട്ടുണ്ട്, മൂപ്പർ ഹജ്ജ് ഗ്രൂപ്പ് നേരത്തെ പോയിട്ടുണ്ട്. ഞങ്ങൾ അമീർമാർ രണ്ടാളും ബാക്കിൽ പോവാണ്. മൂപ്പര് മുമ്പിലിരുന്നിട്ട് പ്ലെയിന് പൊന്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ഫോൺ ചെയ്യാണ്. എന്താ ഫോൺ ചെയ്യണേ? ഹജ്ജിന് പുറപ്പെടുന്ന ആൾക്കാണ്. ഒന്നുമില്ല, റസൂലുള്ളാഹിക്ക് 20 യാസീൻ നേർച്ചയാക്കിയിട്ട് നിങ്ങളുടെ ഇറങ്ങിക്കോളി, ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അയാൾ ചോദിക്കുന്നത് എപ്പോഴാണ് ഈ യാസീൻ തുടങ്ങുന്നത്? ഇപ്പം തന്നെ തുടങ്ങിക്കോളി നിങ്ങൾ. ആ യാസീൻ അങ്ങനെ തുടങ്ങിയിട്ട് 20 യാസീൻ നേർച്ചയാക്കിയിട്ടുണ്ട് ഇറങ്ങിക്കോളി. ഹജ്ജിന് പോകുമ്പോൾ 20 യാസീൻ അല്ലെങ്കിൽ 10 യാസീൻ റസൂലുള്ളാഹിക്ക് നേർച്ചയാക്കിയിട്ട് ഇറങ്ങണമെന്ന്. ഇതാ ഹാജിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ ചൊല്ലിയിട്ട് ഇറങ്ങണമെന്ന് പറയുന്നതിന് പകരം റസൂലുള്ളാഹിക്ക് വേണ്ടി യാസീൻ നേർച്ചയാക്കിയിട്ട് ഇറങ്ങണം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ ലോകിയായി. ഇന്നും കണ്ടാൽ ലോകിയം തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദർശത്തോട് നമുക്ക് യോജിക്കാൻ കഴിയൂല. അദ്ദേഹം മുസ്ലിമീങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പേന കൊണ്ടും അദ്ദേഹം മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാഹിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാണ്. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന കൂടാരം അതിന് പറ്റിയതല്ല. മനസ്സാക്ഷിക്കെതിരിൽ പ്രവർത്തിക്കേണ്ട ഒരു കൂടാരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അറിഞ്ഞ സത്യങ്ങൾ, കിതാബിൽ കണ്ട സത്യങ്ങൾ അത് തുറന്നു പറയണമെന്ന് കാസിമിക്ക് ആഗ്രഹമുണ്ടോ? ആ പാളയത്തിൽ നിന്ന് മാറി താങ്കൾ പുറത്തു വരണം. പക്ഷേ ഈ ഖൗമിന്റെ കയ്യടിക്കും ചീപ്പ് പോപ്പുലാരിറ്റിക്കും വേണ്ടി ഈ ഖൗമ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ മൂപ്പരിപ്പ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടിയിലെ നേർച്ചയെക്കുറിച്ച് കൊണ്ടോട്ടിയിൽ നടക്കുന്ന പൂരമെന്ന് പറഞ്ഞിട്ട് മുമ്പ് കളിയാക്കി. പക്ഷേ അപ്പം തന്നെ CM മടവൂരിൻ്റെ അവിടെ നേർച്ച ഉദ്ഘാടനം ചെയ്യാൻ മൂപ്പരാണ് കൊണ്ടുപോയി. ജന്ന ചെയ്യ് എല്ലാ നേർച്ചക്കൊല്ലി എതിര് കണ്ടോ? അതാണ് ആ ഖൗമിൻ്റെ ഇടയിലാണ് മൂപ്പര് നിൽക്കുന്നത്. അപ്പം എന്താ പിന്നെ കൊണ്ടോട്ടി നേർച്ചക്കുള്ള കുഴപ്പം? അത് സമസ്ത നടത്തുന്നതല്ല. സമസ്ത നടത്തിയാൽ അത് ഹലാലായി. ചെറുശ്ശേരിയല്ലേ കൊണ്ടോട്ടിയിലെ കാളിയാര്. ഇന്നതാ അവിടെ കൊണ്ടോട്ടിയിൽ പൂരം നടക്കുന്നു. ഇന്നും ഇന്നലേക്ക് എന്നാൽ അവിടെ ഹർത്താലൊന്നുമില്ല, കാരണം അവിടെ പൂരം നടക്കുകയാണ്. നേർച്ച എന്ന പൂരം അവിടെ പങ്കെടുക്കുന്നതും അതിൻ്റെ തങ്ങന്മാരും ഇതിൻ്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് സമസ്തയുമായി യാതൊരു ബന്ധമില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവർ കേരളത്തിൽ സുന്നികളല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്തേ കൊണ്ടോട്ടി കൈക്കാരും പൊന്നാനി കൈക്കാരും ഉണ്ടായിരുന്നല്ലോ. ഇപ്പം എവിടെ പോയത്? കൊണ്ടോട്ടിയിലുള്ളൊരു തങ്ങള്, അയാൾ ഷിയായിരുന്നു. ബോംബെക്കടുത്ത കല്യാണം എന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടോട്ടിയിൽ വന്ന് തരീഖത്ത് സ്ഥാപിച്ചു. അയാൾ പറഞ്ഞു മുരീദന്മാര് ഷെയ്ഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അന്ന് അതിന്റെ പേരിലാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നേതൃത്വത്തിലുള്ള ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് ആ തരീഖത്തിനെതിൽ തിരിഞ്ഞത്. മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർ കഥാബുണ്ട്. പൊന്നാനിക്കാർ പാടി മുഹമ്മദ് ഷാ വലിയല്ല, കള്ളനാണ്, അവന്റെ മുരീദായാൽ നരകത്ത് പോകേണ്ടി വരും. അപ്പൊ മറ്റൊരു മറുത്തു പാടി മുഹമ്മദ് ഷാ വലിയ
അല്ലാഹ് മുരീദന്മാർക്കദാബില്ലാ. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്. അയാളെ മുരീദായാൽ യാതൊരു തെറ്റുമില്ല, അദാബില്ല നരകത്തില്. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കി ഫത്വ ഇറക്കിയില്ല. കൊണ്ടോട്ടി കൈക്കാർ കാഫിറാണെന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫത്വ ചെയ്തില്ലേ? കൊണ്ടോട്ടി കൈക്കാർ അടുത്ത് തിന്നാൻ പാടില്ല എന്ന് ഫത്വ ചെയ്തില്ലേ? ആ കൊണ്ടോട്ടി കൈക്കാര് പിന്മുറക്കാര് ആ നടത്തുന്ന പള്ളിയിൽ സമസ്തക്കാര് ഖത്തീബായി നിന്നിട്ടില്ലേ? ഇല്ലാന്ന് നിഷേധിക്കാൻ കാസിമിക്ക് സാധിക്കോ? ഇന്ന് സമസ്തക്കാർക്ക് അവരുമായി ബന്ധമില്ലേ? ആ നേർച്ച നടത്തുന്നവരെയും അതിൽ പങ്കെടുക്കുന്നവരുമായിട്ടും മുസ്ലിം കുടുംബത്തിന് ബന്ധമല്ലേ? അവരെ നിക്കാഹിന് ഞങ്ങൾ വരൂല. ഒരു മുജാഹിദ് എന്തെങ്കിലും മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാൽ എൻ്റെ മോളെ കല്യാണത്തിന് ഉസ്താദ് വരൂല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമല്ലോ. അങ്ങനെ എന്താ നിങ്ങൾ കൊണ്ടോട്ടി നേർച്ച നടത്തുന്നവർക്കെതിലൊന്ന് പ്രഖ്യാപിക്കാത്തത്? പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ധൈര്യം കിട്ടൂല. കാരണം നിങ്ങൾ മുമ്പ് ലൈസൻസ് കൊടുത്താൽ അതൊക്കെ നിങ്ങൾ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ നിങ്ങൾക്ക് അനാചാരമായത്. എന്തൊക്കെ അനാചാരം? ചെണ്ട അനാചാരം, പിന്നെ കോയൽവിളി അനാചാരം. പക്ഷേ കിതാബ് എടുത്തു നോക്കിയാലോ അതൊക്കെ ഹലാലും. ആണ്ടു നേർച്ച ചില അപവാദങ്ങളും എന്ന പുസ്തകത്തിൽ പറയുന്നു, നടു കുടുങ്ങി 2 ഭാഗം വട്ടമൊത്ത ചെണ്ട അത് മുട്ടാൻ പാടില്ല, അത് തുടി, അതല്ലാത്ത ചെണ്ടയൊക്കെ മുട്ടാൻ. ഇപ്പൊ നടു കുടുങ്ങിയ ചെണ്ട തന്നെയല്ല, അത് ഏതെങ്കിലും ആദിവാസികളെ കളിയിലേറ്റുണ്ടാവും. വേറെ നാട്ടിലെവിടെയാ ചെണ്ടല്ല. നാട്ടിലൊക്കെ ഇപ്പം നടു വീർത്ത ചെണ്ടയാ, അല്ലെങ്കിൽ വീർക്കാതെ 2 ഭാഗം ഒരേ ലെവലുള്ള ചെണ്ടയാ. ഒരു മുട്ടുമുട്ടിയാ 15 പ്രകമ്പനം പിന്നെ തബലയുള്ളത്. അതൊക്കെ മുട്ടുന്നതിന് കുഴപ്പമില്ല, പി വിളിക്കുന്നതിന് കുഴപ്പമില്ല, കൊടിയെടുക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ നിങ്ങളെ ദക്ഷിണേന്ത്യ മുഫ്തിയായ ശാലിയാത്തി പറഞ്ഞിട്ടുണ്ട്. സമസ്ത പളരുന്നതിന് മുമ്പ് എഴുതിയതാണ്. അതിന് സാക്ഷാൽ കാന്തപുര അവതാരിക എഴുതിയിരിക്കുന്നു. ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്ന പുസ്തകം ഒക്കെ ന്യായീകരിച്ചിരിക്കല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിലെ ശിർക്കിനെ കുറിച്ച് പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യഥാർത്ഥ തൗഹീദ് അത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ നയിക്കണം. അതാണ് അഹ്ലു സുന്നത്തിന്റെ സിദ്ധാന്തം, അതാണ് റസൂൽ പഠിപ്പിച്ചത്. നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെതല്ല. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിലും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതപരമായ കർമ്മങ്ങളും അള്ളാഹിൻ്റെ റസൂൽ ചെയ്തതുപോലെയാണ് ചെയ്യേണ്ടത്. റസൂൽ പഠിപ്പിക്കാത്തൊന്നും നമ്മളെ വക കൂട്ടാൻ പാടില്ല. ഞങ്ങൾ ഇത് പറയുമ്പോൾ പറയും, കണ്ടോ ദീനിനെ വെട്ടിച്ചുരുക്കാണ്. നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥന ബിദ്അത്താണെന്ന് പറഞ്ഞപ്പോൾ കണ്ടോ എന്തോരു നല്ല കാര്യ. ആ ഇമാം അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, വിവരമില്ലാത്ത മനുഷ്യന്മാരിങ്ങനെ വന്നിട്ട് ആമീൻ ആമീൻ എന്ന് പറഞ്ഞ എന്തോ ഒരു മട്ടുണ്ടാ ദ്വയക്ക്. അതുപോലും തെറ്റാണെന്നല്ലേ ഇവർ പറയണത് എന്ന് പറഞ്ഞിട്ട് ദ്വയല്ലേ, ദിക്റല്ലേ, മറ്റതോ അത് പാവങ്ങൾക്ക് ഒജീനം കൊടുക്കലല്ലേ, ഇതോ അത് സലാത്തല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാ ബിദ്അത്തുകളെയും ന്യായീകരിച്ചു. ഞങ്ങൾ മറുപടി കൊടുത്തു, ദിക്റുണ്ട്, സലാത്തുണ്ട്, ഒജീനം കൊടുക്കലുണ്ട്. പക്ഷെ നിശ്ചിത സമയത്ത് നിശ്ചിത രൂപത്തിൽ റസൂൽ കാണിച്ചു തന്നിടത്തെ അത് ചെയ്യാൻ നമുക്ക് പാടുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് ദിക്ർ ചെയ്തിട്ടുണ്ട്, സ്വഹാബത്തും ചെയ്തിട്ടുണ്ട്. പക്ഷേ റസൂൽ ഇമാമായ റസൂൽ അവിടെ ഇരുന്നിട്ട് മഅ്മൂമീങ്ങൾ ആമീൻ പറഞ്ഞൊരൊറ്റ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് പാടില്ലാത്തതാണ്. അങ്ങനെ നിസ്കാര ശേഷം ഒരു പ്രത്യേക കൂട്ടപ്രാർത്ഥന ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് ബിദ്അത്താകും. അത് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത കോലാപ്പ ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ അമ്പലക്കടവ് ഫൈസി ഏപ്പിക്കാരെ ഒന്ന് തോണ്ടിക്കൊണ്ട് സംസാരിച്ചപ്പോൾ അറിയാതെ സത്യം വീണുപോയി. നിസ്കാരത്തിന് ശേഷം ഒരു പ്രത്യേക സലാത്തുണ്ടല്ലോ ഉസ്താദേ, അതിൻ്റെ വിധി എന്താന്ന് ഒരാൾ ചോദിക്കാണ്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിൻ്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ലാം. പ്രത്യേകിച്ചും നിസ്കാരത്തിൻ്റെ ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ലാം, 3ഉം ചെല്ലാം, 5ഉം ചെല്ലാം, 10ഉം ചെല്ലാം. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ചാൽ ബിദ്അത്തായി. ഒരു ഇസ്ലാമിലെ മസാല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാൻ്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാം, സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ
ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിവന്ദന ശംസുലന EK ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താടാ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. ആ സമീപനാണ് ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പം നിങ്ങളെ നാവ് കൊണ്ടത് പറയിപ്പിച്ച്. കൂട്ടപ്രാർത്ഥന തെറ്റാന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഒരാൾ ദ്വാ ചെയ്തിട്ട് മറ്റേ ആൾ ആമീൻ പറഞ്ഞാൽ തെറ്റാന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അല്ല, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ കൂട്ടപ്രാർത്ഥന ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ചെല്ലിയാലോ അത് ബിദ്അത്താണ്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ 20,000-ഓളം വഖത്ത് വർദ്ധിസ്കരിച്ചിട്ടുണ്ട്. ആ 20,000-ൻ്റെ കണക്ക് എങ്ങനെ കിട്ടിയെന്നോ പഠിച്ചു വെച്ചോ. മിഅ്റാജിലാണ് 5 വഖത്ത് നിസ്കാരം നിർബന്ധാക്കിയത്. മിഅ്റാജ് ഉണ്ടായത് റസൂലുള്ളാഹിക്ക് 51 വയസ്സുള്ളപ്പോൾ. പിന്നെയും അള്ളാഹുവിൻ്റെ റസൂൽ 63 വയസ്സ് വരെ ജീവിച്ചു. 12 കൊല്ലം. 12 × 360, 12 ഗുണിക്കണം 360, 360 ഗുണിക്കണം 5 പോയി കൂട്ടിയൊക്കെ ഏതാണ്ട് 20,000 കിട്ടും. അത്രയും വഖത്ത് ഫർദ് നിസ്കരിച്ച റസൂല് ഒരിക്കലെങ്കിലും അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയും പിറകിലിരുന്ന് ആമീൻ പറഞ്ഞ സംഭവങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ദുആ തെറ്റാണെന്നോ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് മറ്റൊരാൾ ആമീൻ പറഞ്ഞാൽ തെറ്റാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഞങ്ങളും പല സ്ഥലത്തും ദ്വാരക്കലും ആമീൻ പറയലൊക്കെ ഉണ്ട്. ഇസ്ലാമിൽ അത് എതിരുള്ള കാര്യമല്ല. പക്ഷെ ഫർദ് നിസ്കാര ശേഷം എന്തൊക്കെ ചെയ്യണം എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ അതില്ല. അതല്ലേ ഇപ്പം നിങ്ങളും പറഞ്ഞു സ്വലാത്ത് നല്ലതാണ്, സുന്നത്താണ്, എപ്പോഴും ചെല്ല, എവിടെയും ചെല്ല, എത്രയും ചെല്ല. പക്ഷെ നിശ്ചിത സന്ദർഭത്തിൽ നിശ്ചിത എണ്ണം വെച്ചാൽ അത് ബിദ്അത്തായി. ഇത് തന്നെയാണ് എല്ലായിടത്തും ഉള്ള നിയമം. മയ്യത്തുകൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലൽ നല്ലതാണ്. പക്ഷെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലങ്ങനൊന്നില്ല, അതിലങ്ങനെ ഒരു ഏർപ്പാടില്ല. മയ്യത്തുകൊണ്ടുപോകുമ്പോൾ ദിക്ർ നല്ലതല്ലായിട്ടല്ല. പക്ഷെ മയ്യത്തുകൊണ്ടുപോകുമ്പോൾ ഒരു ദിക്ർ ചെല്ലൽ പ്രത്യേകം സുന്നത്ത് നബി പഠിപ്പിച്ചു തന്നിടണോ? സഹാബത്ത് കാണിച്ചു തന്നിടണോ? ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. പക്ഷേ മരിച്ച വീട്ടിൽ 3-നും 7-നും 14-നും 40-നും ആണ്ട് തികയുന്നെന്നും അത് പ്രത്യേകം സുന്നത്തുണ്ടെന്ന് വിചാരിച്ചു കൊടുത്താൽ ബിദ്അത്തായി. അപ്പം നിങ്ങൾ പറയും ഭക്ഷണം കൊടുക്കലല്ലേ. ഇത് തന്നെയാണ് ഞങ്ങൾ ഇത്ര കാലം നിങ്ങളെ പഠിപ്പിച്ചത്. ഏപ്പിക്കാരെ തോണ്ടാനാണെങ്കിലും നിങ്ങളെ കൊണ്ടറിയാതെ സത്യം പറയിച്ച അള്ളാഹുവിൻ്റെ സർവസ്തുതിയും. ഇനി നമ്മളെ കല്ലൂർ മുസ്ലിയാർ പറയുന്നുണ്ട്, പിന്നെ മൂല്യന്മാരപ്പം എങ്ങനെ ശൈത്താൻ കൂടുകയെന്നറിയോ? കള്ളുഷാപ്പ് കൊണ്ടുപോയിട്ടൊന്നുമല്ല. കള്ളുഷാപ്പ് കൊണ്ടുപോയിട്ടൊന്നും മൂല്യരെ പേപ്പിക്കൂല. കാരണം പുറം ചെണ്ടാവില്ലേ കള്ളുഷാപ്പ് കൊണ്ടുണ്ടാ. അപ്പം മൂല്യന്മാരെ ശൈത്താൻ പേപ്പിക്കൽ ദിക്റും സലാത്തും ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. ഇല്ലാത്ത പുതിയ ദിക്റ്, ഇല്ലാത്ത പുതിയ സലാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ആളെ കൂട്ടും. അവിടെ നല്ല ആള് കൂടുന്നുണ്ടല്ലോ നിങ്ങൾ പറയും. എന്നാ നമ്മൾ കൂടണ്ട. ആരാ പറയുന്നത്? കല്ലൂര് മൂപ്പരെ ഒരു മൂല്യരെ ചെയ്ത്താൻ പറ്റിക്കൽ എങ്ങനെ? കള്ളു കുടിച്ചിട്ടാ? മൂല്യരെ വരി, നമ്മൾ കള്ളശാപത്തൊന്നും കരുതുന്നു, ലേശം കുടിച്ചു പോകാൻ പുറത്ത് പാളച്ചിട്ടേണ്ടി വരൂലേ. മൂല്യരെ അങ്ങനെ കൊണ്ടുപോകില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മൂല്യരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്റാക്കുക. ആദ്യം കുറച്ച് ഇടിമുട്ടിൻ്റെ അല്ല കജ്ജിൽ അങ്ങനെ മുട്ടി നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീനിൻ്റെ മാതിരി ചുണ്ടാനിയെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചും വലിയ താക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും അതിൻ്റെ ചുണ്ടാനിയെ കൊണ്ടുക്കും. അത് ദിക്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദിക്റ ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ട് കണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ള അവളടുത്തോട്ടെ, നമ്മളായിട്ട് അടുക്കണ്ട. ഓല് പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ അടുക്കണ്ട. കണ്ടോ? അപ്പൊ ദിക്റും സലാത്തിലൂടെയൊക്കെ തന്നെ ശൈത്താൻ മനുഷ്യനെ പേപ്പിക്കല്. ഇത് ഞങ്ങൾ ഒരുപാട് കാലമായി ഈ നാട്ടിൽ വിളംബരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പതാ ഇത് സഫർ മാസ, അടുത്ത മാസം തുടങ്ങിയായി ജന്മദിനാഘോഷം റബീഉൽ അവ്വൽ അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം. അള്ളാഹുവിൻ്റെ റസൂൽ 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടി, 63-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. നിങ്ങൾക്കും ഞമ്മക്കും തർക്കമല്ലല്ലോ. റബീഉൽ അവ്വലിലാ നബി ജനിച്ചത്, ഒരു റബീഉൽ അവ്വലിലാ നബി മരിച്ചതും. അപ്പോൾ 22 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി. 23-ാമത്തെ റബീഉൽ അവ്വലിൽ നബി മരിച്ചുപോയി. നബി ആയതിനു ശേഷം അതിൻ്റെ മുമ്പുള്ളത് പോട്ടെ, അബ്ദുള്ള എന്നവരുടെ മകൻ മുഹമ്മദ് എന്നേ ഉള്ളൂ, റസൂലായിട്ടില്ല, വഹയി കിട്ടിയിട്ടില്ല. അപ്പോൾ വഹയി കിട്ടിയതിന് ശേഷം റസൂലായതിനു ശേഷം 22 റബീഉൽ അവ്വൽ ജീവിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ജന്മദിനാഘോഷം ഇന്നത്തെ പോലെ വിപുലമായ രൂപത്തിലൊന്നും നടത്തി നിങ്ങൾ തെളിയിക്കണ്ട. മീലാദ് മീറ്റും മീലാദ് ഈറ്റും മീലാദ് ക്യാമ്പയിനും മീലാദ് മിഠായിയും ഒന്നും വേണ്ട. ഒരു 10 കാരക്ക, അത് റസൂലിനൊരു പ്രയാസമില്ലാത്തതാണ്.
ഇങ്ങനെ ഇത്ര 4 ചീളാക്കിയിട്ട് എല്ലാവർക്കും സന്തോഷിച്ചു കൊള്ളുക, എൻ്റെ ജന്മദിനാണ് എന്ന് പറഞ്ഞൊരു തെളിവ്. ഒരു 10 സലാത്ത് റബീഉൽ അവ്വലാണ്, എൻ്റെ പേരിൽ പ്രത്യേകം സലാത്ത് ചെല്ലേണ്ട മാസമാണ്, ചെല്ലിക്കോളൂ എന്ന് പറഞ്ഞൊരു സംഭവം. എൻ്റെ പ്രത്യേകം മദ്ഹ് ചെയ്യേണ്ട മാസമാണ് എന്ന് നബി പറഞ്ഞത്, അല്ലെങ്കിൽ സഹാബത്ത് നബി പറയാതെ തന്നെ റബീഉൽ അവ്വൽ സ്പെഷ്യൽ മദ്ഹ് ചെയ്തത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്, ഹിജറ 4-ാം നൂറ്റാണ്ട് മുതലാണ് ഈ സംഭവം തുടങ്ങിയത് എന്ന് 1981 ഡിസംബർ 18 സുന്നി വോയിസിൽ അവിഭക്ത സമസ്ത എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. പള്ളി ദർസിലോതുന്ന ഫത്തുൽ മുഈന് സയ്യിദ് വക്കീൽ എന്ന ഈജിപ്തുകാരൻ എഴുതിയ ഹാസിയൻ ദിയാനത്ത് താലിബിൻ അതിലെന്താ പറഞ്ഞത്? ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി 3 3 തലമുറക്ക് ശേഷം പുതിയതായി ഉണ്ടായതാണ് ഈ മൗലിദ് കൊണ്ടാടുക എന്ന പ്രവൃത്തി. അല്ലേ? അപ്പൊ ബിദ്അത്താണ് എന്ന് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ് റസൂലിന്റെ പേര് മദ്ഹ് പറയുന്നത് തെറ്റല്ല. പക്ഷെ റബീഉൽ അവ്വൽ പ്രത്യേകം മദ്ഹ് പറയുന്നു വിചാരിച്ച അനാചാരായി. ഏതുപോലെ നിസ്കാര ശേഷം പ്രത്യേകം സലാത്തുണ്ടെന്ന് വിചാരിച്ച ബിദ്അത്തായി. ആര് പറഞ്ഞു? ശ്രീമാൻ അമ്പലക്കടവ് പറഞ്ഞു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ മീലാദ് വിളംബര ജാഥ അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണ്, ഈ ഷഹാദത്ത് കലിമയാണ് ഏറ്റവും ഉന്നതമായത്. ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖ വഴിയിൽ നിന്ന് ബ്ലോക്കൊക്കെ നീക്കലാണ്, വഴിയിലുള്ള ശല്യങ്ങൾ നീക്കലാണ് എന്ന് പറയുന്ന അള്ളാഹിന്റെ റസൂല്. ആ റസൂലിന്റെ ജന്മദിനത്തിൽ മുസ്ലിയാക്കന്മാരെന്താ ചെയ്യുന്നത്? റോഡ് ബ്ലോക്കാക്കാണ്. റോഡ് ബ്ലോക്കാക്കി ചില മൂല്യന്മാരന്ന് ബിസിലൊക്കെ പി പി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കമാൻഡറാന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടോളി, ഒരു മീലാദ് വിളംബര ജാഥ മലപ്പുറം ജില്ലയിൽ തന്നെ നടന്നതാണ്. റോഡ് ബ്ലോക്കാക്കി ാണെന്ന് ഗ്രഹിക്കുന്ന മർത്തുകം അത് 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെ ജനസമൂഹത്തെ വിജ്ഞാനത്തിന്റെ കൈപ്പിടിയേറ്റി സത്യത്തിലേക്ക്, ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് നയിച്ച വിശ്വപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1479-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ തമസിന്റെ കോട്ടകൃപ്പലകളിൽ ആദർശത്തിന്റെ കടവാള കൊണ്ട് പരിവർത്തനത്തിന്റെ കുടികാട്ടിയെത്തിയ വിശ്വവിമോചകൻ മുഹമ്മദ് എത്രയെത്ര മനുഷ്യന്മാരവിടെ വാഹനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അമുസ്ലിമാണെങ്കിൽ പറയും മാപ്പിളാരൻ നബി ജനിക്കാൻ കണ്ടൊരു ദിവസം എന്ന് പറഞ്ഞ് ശപിക്കണവൻ മെഡിക്കൽ കോളേജിൽ പോകുകയാരം. ഓൻ സുഖമില്ലാതെ ഡോക്ടറെ അടുത്ത് പോവുകയായിരിക്കും. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താ? വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കലാണ്. അത് ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖ. തരുമ്പ് ഈമാനുള്ളവനെങ്കിലും ചെയ്യേണ്ട കാര്യം അത്. എന്നിട്ട് ആ റസൂലിന്റെ പേരിൽ റോഡ് ബ്ലോക്കാക്കിയിട്ട് അവിടെ കൊണ്ടിട്ട് ദഫ് മുട്ടലും പാടലും. റബീഉൽ അവ്വൽ മാസം ഒരു സ്ഥലത്തേക്കും വിചാരിച്ച സമയത്ത് എത്തൂല. മാപ്പിളാരുള്ള സ്ഥലമാണെങ്കിൽ, ഈ ജാതി ഖുറാഫിയുള്ള സ്ഥലമാണെങ്കിൽ, ഞങ്ങളവിടെ ഇടത്തനാട്ടിലൊക്കെ വന്ന സുഖമായിട്ട് പോകാം. 22 മഹൽ ഒന്നിച്ച് മുജാഹിദ്, ഒരൊറ്റ ഖുറാഫി മരുന്നിനും കൂടി ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങനത്തെ അപൂർവം ചില സ്ഥലത്തല്ലാതെ നിങ്ങൾക്ക് നേർക്ക് നേരെ യാത്ര ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെച്ചോളിയും. ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ വർഗീയത ഇളക്കി വിടുന്ന തരത്തിലേക്ക് ഈ മീലാദ് ഘോഷയാത്ര അധപ്പതിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ ഘോഷയാത്രകളൊക്കെ നിരോധിക്കണം. ഹിന്ദുക്കളുടെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയും ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ഘോഷയാത്ര, ഈ പള്ളിപ്പെരുന്നാൾ ഘോഷയാത്രയും മുസ്ലിമീങ്ങളുടെ മീലാദ് ഘോഷയാത്രയും ഒക്കെ ഘോഷിച്ചോളിയും. അവനാൻ്റെ എല്ലാ ആരാധനാകാലങ്ങളുടെയും ഉള്ളിൽ വെച്ച് ഘോഷിച്ചോളിയും. നാട്ടുകാരെ നെഞ്ഞത്ത് ഘോഷിക്കണം എന്തിനാ? ഇസ്ലാമിൽ അങ്ങനെ ഒരു ഘോഷിക്കലില്ല. ആളുകളെ സഞ്ചാര സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ലേ? അനക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്കിതുവരെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് റോഡ് ബ്ലോക്കാക്കുന്ന പ്രകടനം പാടില്ല എന്ന് ഹൈക്കോടതി വിധിച്ചിട്ടും പോലീസന്മാർ സൗകര്യം ചെയ്തു കൊടുക്കുക റോഡ് ബ്ലോക്കാക്കുന്നതിന്. നിയമത്തിനെതിരാത്, കോടതിയെ ധിക്കരിക്കലാത്. അപ്പം മതത്തിൻ്റെതായാലും ശരി, രാഷ്ട്രീയത്തിൻ്റെ ആയാലും ശരി, ഞങ്ങൾ കുറ്റിപ്പുറം സമ്മേളനത്തിൽ വെച്ച് പ്രമേയം പാസ്സാക്കിയതാ.
റോഡ് ബ്ലോക്കാക്കുന്ന പ്രകടനങ്ങൾ നിരോധിക്കണം. കുറേ കാലങ്ങൾ കഴിഞ്ഞാണെങ്കിലും ഹൈക്കോടതിയെ നിരോധിച്ചു. ഇവിടെ വർഗീയ കലാപങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടുകളിൽ കാണാം പല വർഗീയ കലാപങ്ങൾക്കും വഴിമരുന്നിട്ടത് ഈ മതഘോഷയാത്രകളാണ്. അതുകൊണ്ട് മതഘോഷയാത്രകൾ നിരോധിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. എല്ലാ മതവിശ്വാസികളും അവനവൻ്റെ ആരാധനാലയത്തിനകത്ത് ഘോഷിച്ചോട്ടെ. പൊതുസ്ഥലങ്ങളിൽ ഘോഷിച്ചിട്ട് വികാരം വിളക്കി വിടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ബാംഗ്ലൂരിൽ നടന്ന ഒരു മീലാദ് ഘോഷയാത്ര നിങ്ങളൊന്ന് കണ്ടോളി. നമ്മളെ കൗമി എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മൗല്യന്മാർ ജനങ്ങളെവിടേക്കാണ് എത്തിച്ചത്. ഇത് കണ്ടാൽ വർഗീയത ഉണ്ടാകുമല്ലേ? കാത്തിയും ബാളും ഒക്കെ എടുത്തിട്ടല്ലേ തുള്ളുന്നത്? എന്നിട്ടിങ്ങനെ വെട്ടിയിട്ടിങ്ങനെ കണ്ടില്ല. ഇതൊക്കെ നടു റോട്ടിലായി പ്രകടനം. ഇത് കണ്ടു നിൽക്കുന്ന അന്യ സമുദായക്കാരൻ എന്താ പറയുക? ആരെയാണ് നിങ്ങൾ പ്രകോപിപ്പിക്കുന്നത്? ഈ മുസ്ലിം സമുദായത്തിൻ്റെ സംസ്കാരമാണോ ഇത്? അള്ളാഹുവിൻ്റെ റസൂൽ ഇതാ പഠിപ്പിച്ചത് തന്നെ. റസൂലിൻ്റെ ജന്മദിനത്തിൻ്റെ പേരിലാണ് ഇത് കാണുന്നത്. തീപ്പന്തം കണ്ടില്ലേ? വായിൽ മണ്ണെണ്ണ വെച്ചിട്ട് പൂന്ന് തുപ്പാണ്. ഒരു വക്കത്ത് നിസ്കരിക്കണമെങ്കിൽ എത്ര ഉണ്ടാവുമെന്ന് കണ്ടറിയണം. കാരണം അതൊന്നും ആവശ്യമല്ല. നമസ്കാരവും നോമ്പുമെന്ന് വേണ്ട, ഇസ്ലാമികമായ യാതൊരു ചുറ്റുപാടുമില്ലാതെ മൗലിദ് മാത്രം കഴിച്ചത് കൊണ്ട് എന്താണെന്ന് ഉശിരൻ ചോദ്യക്കാർക്ക് കഅബ് ബിൻ സുഹൈറിന്റെ ചരിത്രം ഒരു തിരിച്ചടിയുടെ മറുപടിയാണ് എന്നാണ് അവിഭക്ത സമസ്ത മൗലിദും ആഘോഷം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. കഅബ് ബിൻ സുഹൈർ റസൂലിനെ ചീത്ത പറഞ്ഞിറങ്ങിയ ആളാണ്. അയാൾ ഇസ്ലാമിലേക്ക് വന്ന ശേഷം ഒരു പാട്ട് പാടി അയാൾ റസൂലിനെ പ്രശംസിച്ചിട്ടുണ്ട് എന്നാണ്. കണ്ടോ? അപ്പൊ ഇത്രയും കാലം നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ നടന്ന കഅബ് ബിൻ സുഹൈർ മൗലൂദ് കൊണ്ട് രക്ഷപ്പെട്ടില്ലേ? അപ്പൊ നിസ്കാരവും നോമ്പൊന്നും ഇല്ലെങ്കിലും മൗലൂദ് കൊണ്ട് മാത്രം രക്ഷപ്പെടും എന്നാണ് ആ ചരിത്രത്തിലൂടെ സമസ്തക്കാർ മുസ്തഫൽ ഫൈസി പട്ടിക്കാട്ട് നിറക്കിയ പുസ്തകമാണ് നൂറിനുള്ള പ്രസിദ്ധീകരിച്ചതാ. അതുപോലെ ഒറ്റമാളിയക്കൽ മുത്തുക്കോയത്തങ്ങൾ ചിലർ ചോദിക്കുന്നു നിസ്കാരവും നോമ്പുമില്ലാതെ മൗലിദ് മാത്രം കഴിച്ചത് കൊണ്ട് എന്താണ് എന്ന്. അയാൾ മറുപടി പറയാണ്, നിസ്കാരവും നോമ്പും വേണ്ടത് തന്നെ. വേണ്ടാന്ന് പറയാനാ പൂതി, പക്ഷെ കൗമിൻ്റെയൊക്കെ നടി കിട്ടുമെന്ന് വെച്ചിട്ട് വേണ്ടത് തന്നെ. എന്നാലും ഒരാൾ നിസ്കരിച്ചില്ല എന്ന് വെച്ച് നോമ്പെടുത്തില്ല എന്ന് വെച്ച് അയാൾക്ക് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു കൂടെന്നുണ്ടോ? അങ്ങനെ പ്രകടിപ്പിച്ചാൽ അയാൾക്ക് റസൂലുള്ളാഹിന്റെ ശഫായത്ത് കിട്ടുകയില്ല എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? അപ്പൊ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ കൗമിനെ സംബന്ധിച്ചിടത്തോളം ആണ്ടോടാണ്ട് ഒരു റബീഉൽ അവ്വൽ കൊണ്ടാടിയ എല്ലാം തേഞ്ഞു വന്ന നായ്ക്കരിമ്പിന്റെ കണ്ടത്തുമേ ഒരു ത്രികോണ കടലാസും ചിറ്റിയിട്ട് ഇങ്ങനെ പി മുഹമ്മദ് സിന്ദാബാ, എണ്ണണമെങ്കിൽ എണ്ണീക്കോ, വഹാബി എണ്ണീക്കോ, വിദഅത്തല്ല സുന്നത്താണ് മൗലൂദ്, മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. ഇതൊക്കെ വരെ മുദ്രാവാക്യങ്ങളാ. മഹ്ശറ നാളിൽ ചെല്ലുമ്പോൾ പല പല നബിയെ കാണുമ്പോൾ നമ്മളെ നബിയെ മറക്കരുതേ, മുഹമ്മദ് നബി. കണ്ട, ഇതൊക്കെ ആരുണ്ടാക്കിയതാ? ഇതൊക്കെ ചെല്ലാ കഴിഞ്ഞ് പിന്നെ നിസ്കാരം നോമ്പൊന്നും വേണ്ട. നിസ്കരിക്കാത്തവന് റസൂലുള്ളാഹിനോടുള്ള പിരിശം പ്രകടിപ്പിച്ചുകൂടാ എന്നുണ്ടോ? അങ്ങനെയെങ്ങാനും പ്രകടിപ്പിച്ചാൽ അവർക്ക് റസൂലുള്ളാഹിന്റെ ശഫായത്ത് കിട്ടുകയില്ല എന്ന് പറയാൻ പറ്റില്ല.
പിന്നെ ആളുകൾ നിക്കരിക്കൂല. അതുകൊണ്ടാ പള്ളിയിലൊക്കെ ദർസ് നടക്കണത്. ഇൽമിനോടുള്ള സ്നേഹമല്ല, ഫർള് കിഫയുള്ള ജമാഅത്ത്. ആരെങ്കിലും നിക്കരിച്ചില്ലെങ്കിൽ മേലിലുള്ളവർക്ക് മുഴുവൻ കുറ്റുണ്ടാവും. അപ്പോൾ മൊലിയർ കുട്ടികൾ ഏതായാലും അവിടെ ഉണ്ടാവുമല്ലോ, ഒരു നിക്കരിച്ചോളും നാട്ടുകാർക്കൊക്കെ വേണ്ടി. ഇതാപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാ മൗലിദ് ഉണ്ടാക്കിയത്? ജനങ്ങൾ ദീന് നകന്നപ്പോൾ അവരെ ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് മൗലിദ് ഉണ്ടാക്കിയത്. നല്ല അടുപ്പിക്കല. എന്താ, നിങ്ങൾ മൗലിദ് മാത്രം കഴിച്ചാൽ മതി, നിക്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പം നല്ലോണം അടുക്കൂല ജനങ്ങൾ. ഈ രീതിയിൽ മുസ്ലിമീങ്ങളെ അധപ്പതിപ്പിച്ചത് ഈ മുസ്ലിയാക്കന്മാരാണ്, യാതൊരു സംശയമല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ അപ്പം പറയുന്നെന്താ, നിങ്ങൾ മഹാന്മാരെ ഒപ്പം നടന്നാൽ മതി, മഹാന്മാരെ സ്നേഹിച്ച ആ സ്വർഗത്ത് കടക്കും. അസ്ഹാബുൽ കഹ്ഫിന്റെ നായും കൂടി സ്വർഗത്ത് പോയില്ലേതാ പൂക്കോട്ടൂർക്കാരൻ വലിയ നേതാവ്. ഒന്ന് കാണിച്ചു കൊടുക്കി. തങ്ങൾക്ക് വലിയ പദവി എന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അൽകഹ്ഫിലെ നായ, ആ നായ ആ വിഭാഗത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ നായ സ്വർഗത്തിലാന്ന് മഹാന്മാർ പറഞ്ഞു. ആ നായയുടെ സ്ഥാനം എത്ര വലുതാ. ഇന്നി യുഹിബ്ബു അഹ്ബാബല്ലാഹ് എന്ന നായ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരെ ഒപ്പം നിന്നാ സ്വർഗത്ത് പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്ത് പോകാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാണ്. മമ്പർത്ത് തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ തങ്ങൾക്ക് വലിയ പദവി എന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അൽകഹ്ഫിലെ നായ, ആ നായ ആ വിഭാഗത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ നായ സ്വർഗത്തിലാന്ന് മഹാന്മാർ പറഞ്ഞു. ആ നായയുടെ സ്ഥാനം എത്ര വലുതാ. ഇന്നി യുഹിബ്ബു അഹ്ബാബല്ലാഹ് എന്ന നായ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരെ ഒപ്പം നിന്നാ സ്വർഗത്ത് പോയിക്കൂടെ? മഹാന്മാരെ സ്നേഹിക്കുന്നു. മഹാന്മാരെ ഒപ്പം നിന്നാ സ്വർഗത്ത് പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്ത് പോകാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാണ്. അപ്പോ മാതൃക പേതാ? അസ്ഹാബുൽ കഹ്ഫിന്റെ നായി സ്വർഗത്ത് പോയി എന്ന് മഹാന്മാർ പറഞ്ഞിരിക്കുന്നു. ഏത് മഹാനാണ് അത് പറഞ്ഞ്? സ്വർഗം എന്ന് പറഞ്ഞാൽ നായിനും പോത്തിനും പട്ടിക്കും പൂച്ചക്കുള്ളതാ തന്നെ. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചൂടെ? സ്വർഗവും നരകവും ജിന്നിനും ഇൻസിനും വേണ്ടിയാ പടച്ചെന്നാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ഞങ്ങൾ മദ്രസയിൽ കൂടിയാണ് പഠിപ്പിക്കേണ്ടത്. നായിനും പൂച്ചക്കും പട്ടിക്കും പോത്തിനും വേണ്ടിയല്ല സ്വർഗവും നരകവും ഉണ്ടാക്കിയത്, മനുഷ്യനും ജിന്നിനും വേണ്ടിയാണ്. അതും പോലും അറിയാത്ത അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്ത് പോയി. നായ പറഞ്ഞു അത്ര, ഇന്നി ഉഹിബ്ബുൽ ഔലിയാ. അതാരാ കേട്ടത്? ഇപ്പം കേട്ടിട്ടുണ്ടാവും. മഹാന്മാരോട് ചാരി നിന്നുകൊണ്ടാ സ്വർഗത്തിൽ പോയത്. നോക്കണം നിങ്ങൾ, വലിയ വലിയ നേതാക്കന്മാരെ ബയലാപ്പത്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാന്ന് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ മഹാൻ? അന്ന് പറയണമെങ്കിൽ ജനങ്ങളോട് വന്നിട്ട്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം എന്ന് പറഞ്ഞ ഖുർആൻ അവതരിക്കണീൻ്റെ എത്രയോ മുമ്പ് നടന്ന സംഭവമാണ്. അത് അള്ളാഹു പറയണം, അല്ലെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ പറയണം അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാണ് പറഞ്ഞണോ? ഔലിയാക്കന്മാരെ സ്നേഹിച്ച ആ സ്വർഗത്ത് പോകുന്നുള്ളതിന്റെ തെളിവ്. അപ്പം മദ്ഹബ് കെൽബി മദ്ഹബായിപ്പോ, പുതിയ മദ്ഹബ് കെൽബി മദ്ഹബ്. നോക്കണം, അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാണ്. ഈ ജാതി പൊട്ടപ്പോയത്തങ്ങൾ വലിയ വലിയ ആളുകൾ വിളമ്പുന്നത് കേട്ടിട്ട് അതിന് സലാത്തും ചൊല്ലിയിട്ടൊരു കൂട്ടരിങ്ങനെ നടക്കുക. ഇനി മാത്രമല്ല, മുജാഹിദീങ്ങളെ കുറിച്ചുള്ള വലിയ ആക്ഷേപം, മുജാഹിദീങ്ങൾ കറാമത്തിനെ നിഷേധിക്കുന്നു എന്നാണ്. എന്താ കറാമത്ത് എന്ന് പറഞ്ഞാൽ? ബഹുമാനം, ആദരവ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സാലിഹീങ്ങളെ ജീവിതത്തിൽ ചിലപ്പോൾ ചില അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകാം. ആ അസാധാരണ സംഭവങ്ങൾ അള്ളാഹു അവരെ ബഹുമാനിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ അതിന് കറാമത്ത് എന്ന് പറയാം. ഞങ്ങളതിനെ നിഷേധിച്ചിട്ടില്ല. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട കുഞ്ഞീദ് മദനി റഹിമഹുല്ല, അദ്ദേഹം എഴുതി അള്ളാഹിൻ്റെ ഔലിയാക്കുന്ന പുസ്തകം എടുത്തു നോക്കി. കറാമത്തിനെ ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം കറാമത്തിന് തെളിവാണ്. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറഞ്ഞതാൽ ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം, അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു കൂട്ടം യുവാക്കളായിരുന്നു അവർ. മറിയം ബീവിയുടെ ജീവിതത്തിൽ ഉണ്ടായത്, മറിയം ബീവിയുടെ റൂമിൽ വന്ന് സക്കരിയ നബി നോക്കുമ്പോൾ കാണാം അവിടെ പഴവർഗ്ഗങ്ങൾ, ആ ടൈമിൽ കാണാൻ സാധ്യതയില്ലാത്ത പഴവർഗ്ഗങ്ങൾ. എവിടുന്നാ മറിയമേത് കിട്ടിയത്? ഇത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. കണ്ടോ? അപ്പൊ അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അള്ളാഹു ഭക്ഷണം നൽകുന്നു, രിസ്ക് നൽകുന്നു. ഇത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ. അപ്പൊ മറിയം ബീവിയുടെ സംഭവം അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് കറാമത്തുണ്ടെന്നും കറാമത്ത് ഇസ്ലാം അംഗീകരിച്ചതാണെന്നും പറഞ്ഞ് ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ കറാമത്തിനെ നിഷേധിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഭാഗം നമ്മളെ കാസിമി തന്നെ ഈ കള്ള ആരോപണം നടത്തുന്നത് കേട്ടോ. കറാമത്തിനെ നിഷേധിച്ചു കേരളത്തിൽ പലരും. അതവന്റെ നാശത്തിന് കാരണമാണ്. ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കണമെന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ തമാശ വിശദീകരിക്കണില്ല. ഇബ്നു തൈമിയയുടെ അൽ മുഅജ്സത്ത് വൽ കറാമ എന്ന ഗ്രന്ഥമാണിത്. അൽ ഫുർഖാൻ ബൈന ഔലിയാ ഇർ റഹ്മാൻ വ ഔലിയാ ഇശൈത്താൻ എന്ന ഇബ്നു തൈമിയയുടെ ഗ്രന്ഥമാണിത്.
തമാശ പറയല്ല. ഗൾഫിലൊക്കെ ഹറമിൻ്റെ പരിസരത്തൊക്കെ 10 റിയാൽ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. അന്വേഷിക്കും. അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്ത് പോലെ ഔലിയാക്കന്മാർക്ക് യഥേഷ്ടം കറാമത്ത് ലഭിക്കുമെന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് കറാമത്ത് ലഭിക്കും. ഇതല്ലേ സ്വഹാബത്തിന്റെ വീക്ഷണം? ഇതുറപ്പല്ലേ? അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഹുദൈബിയയിലേക്ക് എങ്ങനെ ആവശ്യത്തിന് മുഅ്ജിസത്ത് ലഭിക്കുകയില്ലെങ്കിൽ എന്തിനെ അവർ ഹബീബായ നബിയുടെ അരികിലേക്ക് പോയി? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? വെള്ളല്ലാതെയായി പട പോയി നബിയുടെ അരികിലേക്ക്. നബിയെ വെള്ളല്ല. ഒരാൾക്ക് ഹബീബായ നബിക്ക് വേണ്ട നേരത്തെ മുഅ്ജിസത്ത് ലഭിക്കുമെന്ന വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെയാ അവർ പോവുക? അപ്പോൾ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ പാത്രം ഉണ്ടോന്ന് വെച്ചുണ്ട്. കൊണ്ടുവാ. പാത്രം കൊണ്ടുവന്നു. പാത്രം സ്വഹീഹ് മുസ്ലിം റഹ്മത്തുള്ള പറയല്ല, സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈ അങ്ങോട്ട് നീട്ടി. ഫാറൽ മാഉ മിൻ ബൈനി അസ്വാബിഇഹി വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബ ഇലൈഹി മാഉ സംസമിൻ ഫൽ കൗസറു വനൈലു മിസ്റ ثم ബാഖിൽ അൻഹുരി. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതല്ലേ ഈ ലോകത്തെ ഏറ്റവും നല്ല വെള്ളം വന്നു മുസ്തഫ നബിയുടെ കയ്യിലൂടെ. സലാത്തല്ലിക്കോളിയിൽ വെറുതിരിക്കണ്ട സലാത്തല്ലിക്കോളിയിൽ കണ്ടോ? ഞങ്ങൾ കറാമത്തിനെ നിഷേധിച്ചു, മുഅ്ജിസത്തിനെ നിഷേധിച്ചു. പക്ഷേ ഇത്രയും കാലം നിങ്ങൾ വഹാബി നേതാവെന്ന് പറഞ്ഞ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ 10 റിയാലിന്റെ ബുക്കാ മൂപ്പര് നോക്കി കാണിക്കണം. ഇതിലുണ്ട് കറാമത്ത്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായില്ലേ? ലോകാടിസ്ഥാനത്തിൽ ശൈഖുൽ ഇസ്ലാം എന്ന് പുകഴ്ത്തി പറയുന്ന ഇബ്നു തൈമിയ്യ അൽ ഫുർഖാൻ ബൈനൽ ഔലിയാഇ റഹ്മാനി വ ഔലിയാഇ ശൈത്താൻ എന്ന പുസ്തകത്തിൽ കറാമത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷേ ബിഹസ്ബി ഹാജത്തിർ റജുൽ എന്നൊരു വാക്കുണ്ട്. എവിടെ അതിൻ്റെ അപ്പുറം വായിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ ആളുടെ ഇഷ്ടത്തിനനുസരിച്ചും കറാമത്ത് പ്രത്യക്ഷപ്പെട്ടേക്കാം. ആവശ്യമുള്ളപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെടുന്നില്ല. ഞങ്ങളെതിര് മാജിക് കാണിക്കാൻ പോലെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാ തർക്കം. കറാമത്തുണ്ട്, മുഅ്ജിസത്തുണ്ട്. പക്ഷേ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും ഔലിയാക്കൾക്ക് കറാമത്തും അവരെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ള രൂപത്തിൽ കാണിക്കാൻ കഴിഞ്ഞോളുന്നില്ല. ചിലപ്പോൾ അവരെ ഇഷ്ടത്തിനനുസരിച്ചും പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. അതാണ് സംഭവം. അത് ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. പിന്നെ ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നില്ലേ? ആവശ്യമുള്ളപ്പോഴൊക്കെ വെള്ളം കിട്ടുന്ന സഹാബത്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെല്ലൂ. എന്നാ പിന്നെ എന്തിനാ മുസ്ലിയാരെ അള്ളാഹിന്റെ റസൂൽ യാത്രയിലൊക്കെ ഇങ്ങനെ തോൽപാത്രത്തിൽ വെള്ളം ഒട്ടകത്തിന്റെ പുറത്ത് ടൺ കണക്കിന് ചുമന്നുണ്ടോ? ഇത് വേണ്ട സമയത്ത് പൊണ്ടിടാ പാത്രം പിടിച്ചോ എന്ന് പറയണ്ടേ? വെള്ളം ചുമന്നുകൊണ്ട് പോകല്ലേ? വേണ്ട. തയമ്മത്തിന്റെ ആയത്തിറങ്ങിയത് എപ്പോഴാ? തയമ്മം ചെയ്യാൻ ആയത്തിറങ്ങിയത് ഇതുപോലൊരു യാത്രയില്ല. അവർ വന്നിട്ട് പറഞ്ഞു, ലൈസു അലാ മാഹിൻ വലൈസ മഅഹും മാ. അവർ നിൽക്കുന്ന സ്ഥലത്തും വെള്ളമല്ല, അവരെ കയ്യിലുള്ള വെള്ളം തീർന്നു പോകുകയും ചെയ്തു. വണ്ടിയടാ പാത്രം എന്ന് പറഞ്ഞില്ല. നിങ്ങൾ തയമ്മം ചെയ്തോളി എന്ന് പറഞ്ഞു. തയമ്മത്തിന്റെ ആയത്തിറങ്ങിയത് അപ്പോഴാ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് എപ്പോഴും വെള്ളം നിർഗളിക്കാനുള്ളൊരു സിദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. ചില സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചില യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം അധികരിപ്പിച്ചിട്ടുണ്ട്, സഹാബത്ത് അത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഭക്ഷണം അധികരിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹിന്റെ റസൂൽ ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കാട്ടുകിഴങ്ങുകൾ തിന്നിട്ട് അവർ യുദ്ധം ചെയ്തിട്ടില്ലേ? ഞങ്ങൾ കാഷ്ടിക്കുന്നത് ആട് കാഷ്ടിക്കുന്ന പോലെ ആയിരുന്നു എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. 3 ദിവസം ഒന്നും കഴിക്കാതിരുന്നിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂൽ വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഭക്ഷണം വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് കണ്ടോ ഭക്ഷണം വർദ്ധിപ്പിക്കാനുള്ള സിദ്ധിയൊന്നും റസൂലുള്ളാഹിക്കില്ല. ചില സന്ദർഭങ്ങളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അമ്പിയാക്കളിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന മുഅ്ജിസത്ത് പ്രത്യക്ഷപ്പെടും. ആ മുഅ്ജിസത്ത് ചിലപ്പോൾ അമ്പിയാക്കളെ ഇഷ്ടമുള്ള സമയത്ത് പ്രത്യക്ഷപ്പെട്ടെന്ന് വരാം. പക്ഷെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ള മുഅ്ജിസത്ത് കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ സൂറത്ത് ഇസ്രായിൽ ആയത്ത്? മുഹമ്മദ് നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് സ്വർണം കൊണ്ടുള്ളൊരു വീടുണ്ടാകണം. നിങ്ങൾ ഇവിടെ നിന്നൊരു ഉറവ ഒഴുക്കി കാണിച്ചു തരണം. മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടമുണ്ടാകണം. ആ തോട്ടത്തിനിടയിലൂടെ നദി ഒഴുക്കി കാണിച്ചു തരണം. ആകാശത്തെ കഷ്ടങ്ങളായി വീഴ്ത്തിത്തരണം. അല്ലെങ്കിൽ ആകാശത്ത് കയറിപ്പോയി ഞങ്ങൾക്കൊരു കിതാബ് വായിക്കാൻ വേണ്ടി കൊണ്ടുവരണം. അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കളെയും മുഖാമുഖം കാണിക്കണം. ഇതൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? മലക്കളെ മുഖാമുഖം കാണിക്കാൻ കഴിയുമെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ മാതിരിയാണെങ്കിൽ എന്ത് വേണം?
ആയ് വീട് വരട്ടെ, അപ്പൊ സ്വർണ്ണ വീട്. ആയ് എന്ന് പറഞ്ഞ നദി വരട്ടെ, അപ്പൊ നദി. ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തോ? ഇഷ്ടമുള്ളപ്പോഴൊക്കെ ബിഹാസല്ലേ എടുത്തു നോക്ക്. ഖുർആനിലെ എന്താ പറഞ്ഞത്? സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂലാ. എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്, ഞാൻ നിങ്ങളെപ്പോലുള്ള ഞാൻ ഒരു റസൂലായ മനുഷ്യൻ മാത്രമല്ലേ. നിങ്ങൾ ചോദിച്ചതൊക്കെ ചോദിക്കുമ്പോൾ തരാൻ ഞാൻ അള്ളാഹു എന്നല്ലല്ലോ, ഞാൻ മനുഷ്യനായ റസൂലല്ലേ എന്നല്ല, റസൂലായ മനുഷ്യനല്ലേ. ഇപ്പം ഞാൻ മനുഷ്യനാണ് ഒന്നാമത്, പിന്നെ റസൂലുമാണ്. കണ്ടോ? ഈ പറഞ്ഞതൊക്കെ കാണിച്ചു കൊടുത്താൽ അവരൊക്കെ വിശ്വസിക്കൂലേ? വേണ്ടതൊക്കെ വേണ്ട ഹസ്ബി ആജത്തി റജുൽ സാധിക്കോ? അപ്പം ചില സന്ദർഭത്തിൽ മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അമ്പിയാക്കളെ ഔലിയാക്കളെ ഇഷ്ടപ്രകാരം അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തിയെന്ന് വരാം. ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ളത് കാണിക്കാൻ പ്രവാചകന്മാർക്ക് സാധിച്ചിട്ടില്ല. വെള്ളം നിർഗളിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലായ്പ്പോഴും വെള്ളം നിർഗളിക്കാനുള്ള കഴിവ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യാത്രയിൽ വെള്ളം ചുമന്നു കൊണ്ടുപോയിരുന്നത്. ഭക്ഷണം ചിലപ്പോൾ അധികരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ പല സമയത്തും റസൂലും സഹാബത്തും പട്ടിണി കിടന്നിട്ടുമുണ്ട്. അത് അങ്ങനെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മനസ്സിലാക്കിയത്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം ഇത് ഞങ്ങൾക്കുള്ളത്, നിങ്ങൾക്കില്ല. പിന്നെ മൂപ്പര വലിയ പരാതി സൗദി ഗവൺമെന്റ് ഖബറുകൾ തട്ടി നിരത്തിയതാ. ഖബറുകൾ തട്ടി നിരത്തിയത് മൂപ്പർക്ക് വല്ലാത്ത വിഷമുണ്ട്. അതുകൊണ്ട് സൗദിയുടെ നാശം തുടങ്ങിയന. സൗദി ഇന്ന് കുതിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആൽ സഊദ് ഏറ്റെടുത്തതിന് ശേഷം ഭൗതികമായി ഒട്ടനവധി പുരോഗതി സൗദി അറേബ്യക്ക് ഉണ്ടായിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതിന് ശേഷമാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ജോലിക്കെത്തിയത്. മനസ്സിലായില്ലേ? ഇന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ മുന്തിയ സ്ഥാനമാണ് സൗദി അറേബ്യക്കുള്ളത്. പക്ഷെ ഇയാൾ പറയാണ് ആസാറുൽ ഖുദമാ, പഴയ ആളുകളുടെ അവശിഷ്ടങ്ങളെ തട്ടി നിരപ്പാക്കി ഖബർ പൊളിച്ചത് വലിയ അപരാധമായിട്ട് മൂപ്പർ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം കൂടി കളന്ന് കട്ടോളി. ങ്ങളിൽ വരെ മുട്ടാളന്മാരായിട്ട് പ്രവർത്തനം നടത്തി പശ്ചാത്തലരുടെ കഴിവോടുകൂടി ആസാറുൽ ഖുദമാ മുഴുവനും തട്ടി തകർത്തു. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖീയിലെ നൂറുകണക്കായ ഖുബ്ബകളുള്ള ഖബറുകൾ പാശ്ചാത്യ സഹായത്തോടുകൂടെ തട്ടി തകർത്തു. നാശിപ്പിച്ചു കെടുതി അനുഭവിക്കാൻ. അസാറുൽ ഖുദമാ ഇബ്നു തൈമിയ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാലിഹീങ്ങളുടെ ഖബറിനെ സൂക്ഷിക്കണം, അവിടെ എപ്പോഴും മുജാബറത്തുൽ മലായിക. ഫതാവയിലുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ നിന്റെ അടുത്ത് വാ. നിന്റെ അടുത്തുണ്ട് ഫതാവ. ഇബ്നു തൈമിയയുടെ ഫതാവയിലുണ്ട്. ഇബ്നു തൈമിയ പറയുന്നുണ്ട്, ശൈഖുൽ ഇസ്ലാം എന്ന് ഇവിടെ ചില ആളുകൾ രായ്ക്കിരാമാനം വിളിച്ചു പറയുന്ന ഇബ്നു തൈമിയ പറയുന്നുണ്ട്, മഹാന്മാരെ മഖബറ ശ്രദ്ധിക്കണം, അവിടെ മുജാബറത്തുൽ മലായിക മൽക്കുണ്ടോ. ആ മഖബറകൾ തട്ടി തകർത്തു. ജന്നത്തുൽ ബഖീയിലെ മഖബറ തട്ടി തകർത്തു. നൂറുകണക്കായ മഹാന്മാരായ ഫാത്തിമ ബീവിയുടെ മഖബറ തട്ടി തകർത്തു. ഐഷ ബീവിയുടെ മഖബറ തട്ടി തകർത്തു. മഹാനായ അബൂ സഈദിന്റെ മഖബറ തട്ടി തകർത്തു. മഹാനായ അബൂ മൂസാ റളിയല്ലാഹു അൻഹുവിന്റെ അബൂ സഈദിന്റെ മഖബറ തട്ടി തകർത്തു. മാലിക് ബിൻ അനസിന്റെ മഖബറ തട്ടി തകർത്തു. നൂറുകണക്കായ സ്വാലിഹീങ്ങളുടെ മഖബറ പാശ്ചാത്യ സമ്മതത്തോടുകൂടെ തട്ടി തകർത്തു. ഖുദമായിനോട് മുൻഗാമികളോടുള്ള ബന്ധത്തെ എടുത്തു കളഞ്ഞു. അതോടുകൂടെ സാംസ്കാരികമായ എല്ലാ ബന്ധങ്ങളും വിട്ടുപോയി. ഈമാനിന്റെ ബന്ധം, ഈമാൻ തലന്റെ ഉള്ളിലുണ്ടെങ്കിൽ ചിന്തിച്ചോ, ഈമാനിന്റെ ബന്ധമെന്ന് പറയുന്നത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇതാണ് ഈമാന്റെ ബന്ധം എന്ന് പറയുന്നത് മുൻഗാമികൾ. അപ്പോ ഖബറുകൾ തട്ടിത്തെരപ്പാക്കുന്നത് ആസാറുൽ ഖുദമാഇനെ തട്ടിനിരപ്പാക്കലാണ്. ഖബർ തട്ടി നിരപ്പാക്കിയില്ല, ജാറങ്ങളാ തട്ടി നിരപ്പാക്കിയത്. ജാറം തട്ടി നിരപ്പാക്കുന്നത് ആസാറുൽ ഖുദമാഇനെ തട്ടി നിരപ്പാക്കലാണെങ്കിൽ അതാദ്യം പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലാ. ഭരണം കിട്ടിയ അന്ന് അലി ഇബ്നു അബീ താലിബിനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അല്ലാത്തത് അതിംസാലൻ ഇല്ലാ തമസ്ത വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത. ഒരൊറ്റ ബിംബവും നീ തകർക്കാതെ വിടണ്ട, ഒങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറും നീ തകർക്കാതെ വിടണ്ട. എല്ലാവരും മുസ്ലിമായി. ഇനി ശിർക്കിന്റെ ഒരു ചിഹ്നവും ഈ നാട്ടിൽ പാടില്ല. കണ്ടോ? ബിംബാരാധകരൊക്കെ മുസ്ലിമായി, ജാറപൂജകരൊക്കെ മുസ്ലിമായി. അതുകൊണ്ട് ഇനി ആ ചിഹ്നങ്ങൾ ഇവിടെ അവശേഷിക്കാൻ പാടില്ല. അഹ്ലു ബൈത്തിന്റെ അവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ കറാമത്തുള്ളവരുടെ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ ഖബറും ഒരു ഖബറും തട്ടി നിരപ്പാക്കാതെ അവിടെ നിന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇമാം ഷാഫിയുടെ ഖബറിന് മീത ഖുബ്ബയുണ്ടായപ്പോ
അത് തട്ടി നിരപ്പാക്കാൻ ഫത്വ കൊടുത്തത് ആരാ? മുജാഹിദീങ്ങളാണോ? വഹാബികളാണോ? അല്ല, ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ. റഹ്മത്തുള്ളാഹിക്ക് നിഷേധിക്കാൻ കഴിയോ? വലഖദ് അഫ്താ ജമാഅത്തു മിൻ ഉലമാഇ ശാഫിഇയ്യത്തി ബിഹദ്മി ഖുബ്ബത്തി ഇമാമിന ശാഫിഈ. നമ്മുടെ ഇമാമായ ഷാഫിയുടെ ഖബറിന് മീതെയുള്ള ഖുബ്ബ പൊളിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ ഫത്വ കൊടുത്തു ശാഫി മദ്ഹബിലെ മഹാന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചുണ്ടാക്കിയ ഖുബ്ബയായിരുന്നു അത്. എന്താ കാര്യം? ഖബറുകൾ കെട്ടിപ്പടുക്കാൻ പാടില്ല. പള്ളി ദർസിലൊന്ന് ഫത്വൽ മൊയ്ൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഖബർ കളച്ചു മറിക്കപ്പെടുമെന്നോ, വന്യജീവികൾ മാന്തുമെന്നോ, വെള്ളപ്പൊക്കം മൂലമോ മറ്റോ ഖബറിന് നാശം സംഭവിക്കുമെന്നോ കണ്ടാൽ ആ ഖബറിന് ചുറ്റും അല്പം പടുക്കുന്നതിന് വിരോധമില്ല. കണ്ടോ, ഒരു ഫോറസ്റ്റിനടുത്ത് അല്ലെങ്കിൽ ഒരു കടൽ തീരത്തിനടുത്ത് അല്ലെങ്കിൽ ഒരു പുഴവക്കത്ത് അത്തരം സന്ദർഭത്തിൽ കളച്ചു മറിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കൃഷിസ്ഥലത്തിനടുത്ത് അങ്ങനത്തെ ഒറ്റപ്പെട്ട ഖബറാണെങ്കിൽ അവിടെ ആ മണ്ണ് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഖബറുണ്ട് എന്ന് തിരിയാണ്ടായിപ്പോവും. അതുകൊണ്ട് അവിടെ ഖബറുണ്ട് എന്നറിയാം, ഒരു വരി കല്ലിങ്ങനെ വെക്കാം. അത്തരം യാതൊരു ഭയവുമില്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കുന്നത് ഹറാമാകുന്നു. ഫത്വൽ മൊയ്ന ഞാൻ പറയുന്നത് റഹ്മത്തുള്ളാഹിക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കൽ ഫർളാകുന്നു. ആരാ പറഞ്ഞത്? വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അലറു മിൻ മസ്ജിദിൽ ലിറാർ. ഖബറുകൾക്ക് മീതെയുള്ള ആരാധനാ സ്ഥലങ്ങളും ഖുബ്ബകളും പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. അത് ഭരണം മാറട്ടെ, കമ്മിറ്റി മാറട്ടെ എന്നല്ല, വിവരം കിട്ടിയ ഉടനെ തന്നെ പോയിട്ട് ബുൾഡോസറിന് നിരത്തണം എന്നാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? ഇബ്നു ഹജറുൽ ഹൈതമി എന്ന ഹോജ. നിങ്ങളെ ഫത്വൽ മൊയ്ൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ്, ഈ അടുത്ത കാലം വരെ ജീവിച്ച മക്കത്തങ്ങളെ മുഫ്തിയാ പറഞ്ഞത്. ധൃതി കാണിക്കണം, കാരണം അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ധിക്കാരത്തിൽ പടുത്തുയർത്തപ്പെട്ട മസ്ജിദുൽ നിറാറിനേക്കാൾ മുസ്ലിം സമുദായത്തിന് അപകടമാണ്. മുനാഫിക്കങ്ങൾ ഉണ്ടാക്കിയ പള്ളിയാ മസ്ജിദുൽ നിറാർ. അത് പൊളിച്ച് കരിച്ചു കളയാ ചെയ്തത്. അതുപോലെയാണ് ജാറം, അതിനേക്കാൾ ഉപദ്രവകരമാണെന്നാ പറഞ്ഞത്. മുസ്ലിയാക്കന്മാർ പറയും ആ പറഞ്ഞതെല്ലാം സാധാരണക്കാരന്റെ ഖബറുകളെ കുറിച്ചാണ്, മഹാന്മാരുടെ ഖബറുകൾക്ക് അത് ബാധകമല്ല. അങ്ങനെയാണെങ്കിൽ ഇമാം ഷാഫി മഹാനല്ലേ? അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതുള്ള ഖുബ്ബ പൊളിച്ചു നീക്കാൻ കൽപ്പന കൊടുത്തത് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരാണെന്ന് ഞങ്ങൾ എഴുതി വെച്ചതല്ല, ഇബ്നു ഹജറുൽ ഹൈതമിയ എഴുതി വെച്ചിട്ടുള്ളത്. സവാജിർ നോക്കിയിട്ടില്ലേ? അതുപോലെ തന്നെ ഫത്താവുൽ കുബ്ര നോക്കിയിട്ടില്ലേ? ഇബ്നു ഹജറുൽ ഹൈതമിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിലൊരു മഹാന്റെ ഖബറുണ്ട്, ആ ഖബറിന് മീതെ ഒരു ഖുബ്ബയോ മദ്രസയോ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. ഞങ്ങൾ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചു. ചിലർ പറഞ്ഞു പാടില്ല, ചിലർ പറഞ്ഞു കുഴപ്പമില്ല. ഞങ്ങളാകെ വിഷമത്തിലാണ്. അവിടുന്ന് ഒരു തീർപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞറിയോ? അൽ മൻഖൂലുൽ മുഅ്തമദ് കമാ ജസ്മ ബിഹി നവവി ഫീ ശർഹിൽ മുഹദ്ദബ് ഹുർമത്തുൽ ബിനാഇ ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല. പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കൽ ഹറാമാണെന്ന് ഇമാം നവവി തങ്ങൾ ശർഹ് മുഹദ്ദബിൽ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലവും പ്രാമാണികവുമായ അഭിപ്രായം. വൈൻ ബുനിയ ഫിഹാ ഹുദിമ, അങ്ങനെ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കേണ്ടതാണ്. ഇനി പറയുന്ന വാചകം റഹ്മത്തുള്ളയും അമ്പലക്കടവും പൂക്കോട്ടൂരും ഒക്കെ എഴുതി വെച്ചോളീം. എന്താ പറഞ്ഞത്? വലാ ഫർഖ ഫീ ദാലിക ബൈന ഖുബൂരിൽ ഉലമാഇ വസ്സാലിഹീന വഗൈരിഹിം. കെട്ടിപ്പടുക്കാൻ പാടില്ല, കെട്ടിപ്പടുത്താൽ പൊളിച്ചു നീക്കണമെന്ന കാര്യത്തിൽ ആലിമിന്റെ ഖബറ്, സാലിഹിന്റെ ഖബറ്, സാധാരണക്കാരന്റെ ഖബറ്, തങ്ങളെ ഖബറ് എന്നിങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞ ആലിമിന്റെ ഖബറിന്റെ മീതെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ലെന്ന് തന്ന ഫത്വയാണ് ശരി. അത് മുറുകെ പിടിച്ചോ അവലംബിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫതാവൽ കുബ്രയിൽ അതാ ഇന്നും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മഞ്ചേരി പോയി വാങ്ങാൻ കിട്ടുന്ന സാധനം, അത് നെല്ലിക്കുത്ത് ബുക്ക് സ്റ്റാളിൽ കിട്ടുന്ന സാധനമാണ്. റഹ്മത്തുള്ള കാണാത്തതല്ല, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇബ്നു തൈമിയന്റെ ഫത്താവ നോക്കണ്ട, ഇബ്നു ഹജറുൽ ഹൈതമിന്റെ ഫത്താവ നോക്കിക്കോ. അതല്ലേ നിങ്ങളാള് വേണ്ട. ഷാഫി മദ്ഹബിൽ ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല എന്നതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ചോദിക്കണം നിങ്ങൾ റഹ്മത്തുള്ളയോടെ. മഖ്ബറയിൽ ഇടുക്കം വരുന്നു. ഇപ്പൊ എൻ്റെ ഉപ്പാന്റെ ഖബറ് ഞാനിങ്ങനെ നന്നായിട്ട് കെട്ടിപ്പടുത്ത് സിമന്റ് ഇട്ട് വെച്ചു. എൻ്റെ മക്കളോട് ഞാൻ പറയുതാ, ഇതിൻ്റെ ഉപ്പാന്റെ നിങ്ങളെ വല്ലിപ്പാന്റെ ഖബറാണ്, അതുകൊണ്ടത് പൊളിക്കാൻ അയക്കരുത്. അവരവരെ മക്കളോട് പറയും നമ്മളെ വല്ലിപ്പാൻ്റെ ഉപ്പാന്റെ ഖബറാണ്, പൊളിക്കാൻ പാടില്ല. അങ്ങനെ തലമുറയായിട്ട് അത് അവിടെ നിലനിൽക്കും. കുറേ കാലം കഴിയുമ്പോൾ മക്ബറയിൽ ഇടുക്കം വരും, മറ്റുള്ളവർക്ക് മറവ് ചെയ്യാൻ പറ്റാതെയാവും. അതുകൊണ്ടാണ് ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് ഷാഫി മദ്ഹബിൽ പറഞ്ഞത്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10-50 കൊല്ലം കഴിഞ്ഞ് അതൊക്കെ പൊളിച്ചിട്ട് ഇതൊക്കെ മാന്തിയിട്ട് അവിടെ വേറെ ആളെ മറവ് ചെയ്യേണ്ടി വരും. കെട്ടിപ്പടുത്താൽ പിന്നെ ഇത് പൊളിക്കാൻ കഴിയൂല, ഓൻ്റെ വാലുമ പൊട്ടി ഏതെങ്കിലും ഒന്നും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് ശാഫി മദ്ഹബ്. അത് ആസാറുൽ ഖുദമാ അല്ലടോ. എന്നിട്ട് ആസാറുൽ ഖുദമാനെ തകർത്തൂത്രേ. അതിന് പാശ്ചാത്യരെ സഹായം തേടി. പാശ്ചാത്യരെ സഹായം ഒന്നും വേണ്ട. മുഹമ്മദ് നബി ആരെ സഹായം തേടിയത്? 25 കൊല്ലം റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ട് അലി ഇബ്നു അബീ താലിബ് ഭരണമേറ്റെടുത്തു. അവിടെയുള്ള ജാറ ആരതാ? നസാറാക്കളെ ജാറ തന്നെ. അലി ഇബ്നു അബീ താലിബ് അബുൽ ഹയ്യാജിനെ വിളിച്ചിട്ട് പറയാണ്, 25 കൊല്ലം മുമ്പ് അള്ളാഹിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ചൊരു കാര്യത്തിന് ഞാനിപ്പോൾ നിന്നെ ഏൽപ്പിക്കാണ്. എന്താണത്? ഒരൊറ്റ ബിംബവും തകർക്കാതെ വിടരുത്, ഒരൊറ്റ ഖബറും പൊങ്ങി നിൽക്കുന്ന ഖബറും നീ നിരപ്പാക്കാതെ വിടരുത്. ആസാറുൽ ഖുദമാനെ തകർക്കല്ലേ. ആസാറുൽ ഖുദമാൻ എന്താ? ആസാറുൽ ഖുദമാ മഹാന്മാരെ അവശിഷ്ടങ്ങൾ, മഹാന്മാരെ ജാരം കെട്ടിപ്പൊക്കലാണ്, അവരെ ബഹുമാനിക്കൽ, അവരുമായുള്ള ബന്ധം നിലനിർത്തൽ ജാരം കെട്ടിപ്പൊക്കലാണ്. എവിടുന്ന് കിട്ടി റഹ്മത്തുള്ളാക്ക്? അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചോ? റസൂലുള്ളാഹിന്റെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടാണോ മുസ്ലിം സമുദായം അദ്ദേഹവുമായുള്ള ബന്ധം നിലനിർത്തുന്നത്? ഇമാം ശാഫി പറഞ്ഞിട്ടില്ലേ? മക്കയിലും മദീനയിലും മാറി മാറി ജീവിച്ച അദ്ദേഹം പറയുന്നു, മുഹാജിറുകളും അൻസാറുകളിലും പെട്ട ഒരൊറ്റ സഹാബിയുടെ ഖബറും തേപ്പ് നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് സിമന്റിന് പകരം ഇന്ന് കുമ്മായ തേപ്പ് നടത്തിയത് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല മക്കയിൽ കെട്ടിപ്പടുത്ത ഖബറുകൾ പൊളിച്ചു നീക്കാൻ പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുന്നത്, ഭരണാധികാരികൾ പൊളിച്ചു നീക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അന്നത്തെ പണ്ഡിതന്മാർ അതിനെ എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആസാറുൽ ഖുദമാനെ തകർക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ എതിർത്തോ? റഹ്മത്തുള്ള പറയണം. ഈ ഖൗമിനെ വഴിതെറ്റിക്കാൻ വേണ്ടി, ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി മുജാഹിദീങ്ങളെ എതിർത്തില്ലെങ്കിൽ നാവ് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടേ. പക്ഷെ തെളിവ് കൊണ്ട് മാറ്റിരക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ പറയുന്നു, ഈ പറഞ്ഞൊക്കെ നിഷേധിക്കോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖബറുകൾ തട്ടി നിരപ്പാക്കണമെന്നത് അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ശാഫി മദ്ഹബിലും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ മഹാന്റെ ഖബറെന്നോ അല്ലാത്തവന്റെ ഖബറെന്നോ അല്ല, ജാറം കെട്ടിപ്പടുത്തിട്ടാണ് മുൻഗാമികളോടുള്ള ബന്ധം നിലനിർത്തേണ്ടതെന്ന് ശിയാക്കളുടെ വാദമാണ്, അഹ്ലുസുന്നത്തിന്റെ വാദമല്ല. നിങ്ങളിപ്പോൾ കേരള സുന്നികളല്ല, കേരള ശിയാക്കളാണ്. ഷിയായിസത്തിന്റെ കേരള പതിപ്പാണ്. അത് ചേളാരി സമസ്തയാലും ശരി, കാരന്തൂർ സമസ്തയാലും ശരി, ആന സമസ്തയാലും ശരി, യാതൊരു വ്യത്യാസമല്ല. ഇനി സുഹൃത്തുക്കളെ, ഇതിനൊക്കെ എതിർത്ത മൂപ്പരെന്താ ചെയ്തതെന്നറിയോ? മൂപ്പർ ഇതിനൊക്കെ എതിർക്കും. കാറ്റിൻ്റെ കറാമത്താണ്, മറ്റേ കറാമത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളെ കയ്യിലെടുക്കാനൊക്കെ പ്രസംഗിക്കും. മൂപ്പരുന്നിട്ട് പിന്നെ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം വിൽക്കുകയാണ്. എന്തിന്? അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മൂപ്പര് ഖുർആൻ സ്റ്റഡി സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖുർആൻ സ്റ്റഡി ചെയ്യുന്നതിന്റെ ഹുക്കം എന്താണോ? അവിഭക്ത സമസ്ത ഇറക്കിയ തഹദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഖുർആൻ തർജ്ജമ ചെയ്യുന്നതിൽ നിന്ന് സഹോദരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന, താക്കി നൽകുന്ന പുസ്തകം. ഖുർആൻ പരിഭാഷ കൊടിയ ഹറാമാണെന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എതിർക്കാൻ കഴിയോ? ഞങ്ങളെ കയ്യിലുണ്ടാ ബുക്ക്, നിങ്ങളെ മ്യൂസിയത്തിലും കൂടി ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളത് വിടൂല. ഖുർആൻ പരിഭാഷ ഹറാമെന്നാണ് ഹുക്കുമ്. 50 കൊല്ലം അല്ലെങ്കിൽ 75 കൊല്ലം മുമ്പ് ഹറാമായത് ഇപ്പൊ ഹലാലാവോ? ഇപ്പൊ ഖുർആൻ സ്റ്റഡി സെന്ററാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഡയറക്ടറാണ്. ഹറാമായ കാര്യം മൂപ്പര് പരിഭാഷ ഇറക്കിപ്പോ. സുന്നികൾക്ക് ഇവിടെ 6 പരിഭാഷ ഉണ്ട്. ടി കെ അബ്ദുള്ള മൗലവി മാട്ടൂലിന്റെ പരിഭാഷ. സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനായിരുന്ന ആളയാള്. അത് കഴിഞ്ഞിട്ട് സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന മുത്തുണ്ണി മൗലവി എന്ന കൂറ്റനാട്, കെ വി മുഹമ്മദ് മുസ്ലിയാർ ചമ്മാട്ട് നിറക്കി 5 വാള്യം പരിഭാഷയും വ്യാഖ്യാനവും. അത് കഴിഞ്ഞ് കോഴിക്കോട്ടെ വലിയ കാൽ ഇമ്പിച്ച് കോയത്തങ്ങൾ ഇറക്കി. പേവിയം പന്താവു ഇറക്കി ബയാനുൽ ഖുർആൻ, മുസ്തഫൽ ഫൈസി ഇറക്കി പരിഭാഷ. അതുപോലെ തന്നെ തിരൂരങ്ങാടി കാളി എന്ന കാന്തപുരത്തിന്റെ സംയുക്ത കാളിമാരിലുള്ള അബ്ദുറഹ്മാൻ മഖ്ദൂമി ഇറക്കിയ പരിഭാഷ. ഇതൊന്നും പോരാഞ്ഞിട്ട് റഹ്മത്തുള്ളാഹിന്റെ 7ാം പരിഭാഷ ഹറാമാണ്. ഹറാം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്റ്റഡീസ് ഇറന്നിട്ട് അതിന് മൂപ്പര് പൈസ ഉണ്ടാക്കണം. എങ്ങനെ നോക്കിക്കോളിയും. റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം 25,000-ന് വിൽക്കാണ് ലേലം. കേട്ടോളിങ്ങൾ. ഈ രണ്ടേം കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു, യഖ്സിംഹു ബൈനന്നാസ്, യഖ്സിംഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു തരാം. വെല്ലൂരിൽ നിന്ന്
ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് ഇന്നും വെല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം സനദുള്ള വെള്ളമാണ്. ആ സനദ് ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, കാരണം ഏപ്പിക്കാർ ഇപ്പോൾ ഒരു മുടിയും കൊണ്ട് കിടക്കുന്നുണ്ട്. അതിന്റെ സനദാരെ അറിയോ? ശ്രീമാൻ ഫാറൂഖ് അബ്ദുള്ള, നല്ല ആളാ, കാശ്മീരിൽ കൊണ്ടുവന്ന മുടിയാണ്. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. ഇപ്പൊ നമുക്കൊരു ഹദീത്ത് ആണെങ്കിൽ അതിനൊരു പരമ്പര ഉണ്ടാവും. ഇമാം ബുഖാരി ഒരു ഹദീത്ത് രേഖപ്പെടുത്താണ്, ഹദ്ദസന, ഇന്നോട് ഇന്നയാൾ പറഞ്ഞു, അയാളോട് ഇന്നയാൾ പറഞ്ഞു, അയാളോട് ഇന്ന താബി പറഞ്ഞു, അയാളോട് സഹാബി പറഞ്ഞു, അയാൾ റസൂൽ എന്ന് കേട്ടു. ആ റസൂൽ മുതൽ ബുഖാരി വരെയുള്ള പരമ്പര അത് മതി. ഇന്നത്തെ മുടിക്ക് അപ്പരമ്പര പോരാ. 14 നൂറ്റാണ്ട് കൈമാറി വന്ന സാധന അത്. ഈ 14 നൂറ്റാണ്ടും വിശ്വസ്തന്മാരിലൂടെ അത് വന്നു. ഇഖ്സിംഹു ബൈനന്നാസ് എന്ന് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഹജ്ജിന്റെ സമയത്ത് റസൂൽ മുടിയെടുത്തപ്പോൾ സഹാബികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിൽ നിങ്ങൾ ഈ വെല്ലൂരിലുള്ള മുടി ഇന്ന സഹാബിയിൽ നിന്ന് ഇന്ന താബിക്ക് കിട്ടി, ആ താബി നിന്ന് താബി കിട്ടിയ നിന്നാൾക്ക് കിട്ടി, അങ്ങനെ വെല്ലൂര് എത്ത സനതൊന്ന് ഉദ്ധരിക്കട്ടെ. എന്നിട്ട് ഇവർ പറയാണ്, ഈ കേപ്പിക്കാർ കൊണ്ടെടുക്കുന്ന മുടിന്റെ സനത് ശരിയല്ല. ഏപ്പിക്കാർ പറയുന്നു ഈ കെക്കാർ കൊണ്ടെടുക്കുന്ന മുടിന്റെ സനത് ശരിയല്ല. ഞങ്ങൾ പറയുന്നു രണ്ടും സനത് ശരിയല്ല. കാരണം സനത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. സനത് ഉദ്ധരിക്കുങ്ങള്. റസൂലുള്ളാഹിന്റെ മുടി പാര നമ്മൾ കിട്ടിയെടുത്തേക്കൂലേ? അള്ളാഹിന്റെ റസൂലിന്റെ എന്ത് കിട്ടിയാലും എടുത്തേക്കാത്ത, പക്ഷെ കിട്ടാനില്ലല്ലോ സാധനം. ലോകത്തെവിടെയും കിട്ടാനില്ല. ടോപ്പ് കാപ്പി മ്യൂസിയത്തിൽ തുർക്കിയിലുണ്ടെന്നാണ്, തുർക്കിയിലെ ഇസ്തംബൂളിൽ. അവിടെ ഉണ്ടെല്ലാം അറിയോ? റസൂലുള്ളാഹിന്റെ ചെരുപ്പ്, റസൂലുള്ളാഹിന്റെ ബാള്, മോതിരം, പല്ലിഞ്ഞ് ഒന്നും ഇല്ലാത്തില്ല. പക്ഷെ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ഡോക്ടർ തൈമൂർ പാഷ രേഖപ്പെടുത്തിയിരിക്കുന്ന ലാഥാർ നബി എന്ന ഗ്രന്ഥത്തിൽ ഇതിലൊന്നും റസൂലിൻ്റെതാണെന്ന് കട്ടായമായി പറയാൻ പറ്റിയ തെളിവില്ല. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുള്ള ഒരു മുടി അവിടെ ഇല്ല. എന്നിട്ട് മുടിയാ കൊടുക്കണമെങ്കിൽ തിരക്കല്ല, മുടിയിട്ട വെള്ള കൊടുക്കണം. അതും സാധാരണക്കാർക്കൊന്നും കൊടുക്കില്ല, 25,000 തരാ കൈവുള്ളവർക്ക് മാത്രം. അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളാണ്, റഹ്മത്തുള്ള കൊണ്ടുവന്നതാണ്. ആ പാവപ്പെട്ട ആളുകളൊക്കെ 30 റുപ്യ തന്നിട്ട് ഓരോ തുള്ളി നാക്കുമ്പോ കിറ്റിച്ചേരാ എന്നല്ല. പിന്നെ 25,000 തരാ കൈവുള്ള പൈസക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഒരു മാത്രം ഈ പുണ്യം കിട്ടിയാൽ മതി. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം. ഇനിയിപ്പോ ഒരു എക്സിബിഷൻ വരാൻ പോകുന്നുണ്ട്. അതിലെന്തൊക്കെ ഉണ്ടാകുക? ഇത് ബീരാനൗലിന്റെ മൂത്രം, ഇത് പുത്തമ്പള്ളിയിലെ മൂപ്പരെ കാഷ്ടം, മറ്റതോ അത് നമ്മളെ CM മടവൂരിന്റെ വേർപ്പ്. ഈ കെക്കാരെ എക്സിബിഷനാണ്. ആസാറുൽ ഖുദമാഇനെ ബഹുമാനിക്കേണ്ടേ. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടാവും? നഖം, പല്ല്, മുടി, കാഷ്ടം, മൂത്രം, എല്ലാ ഫളലാത്തും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെക്കും. ആ താറുൽ ഖുദമാഇനെ നിലനിർത്തിക്കൊണ്ടല്ലാതെ അവരുമായുള്ള സാംസ്കാരിക ബന്ധം നിലനിൽക്കോ? എവിടേക്കാങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? മിതശൂന്യാട്ടോ, മിതശൂന്യ, നല്ല ശൂന്യ. അപ്പൊ സുഹൃത്തുക്കളെ, ഏത് ശൂന്യം കണക്കന്നെയാണ്, മനസ്സിലാക്കി വെച്ചോളി. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിലേക്ക് മുസ്ലിമീങ്ങളെ വഴി നടത്തുന്ന ഒരൊറ്റ ശൂന്യം പെടല്ല. മുഴുവനും ശിർക്ക് ബിദ്അത്തുകളിലേക്ക് മുസ്ലിമീങ്ങളെ വഴി നടത്തുന്നവരാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വിഷയങ്ങൾ പറയാണ്ടെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇത് പരലോകത്തിൻ്റെ കാര്യമായതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ ആരോടും ഒരു വിരോധമല്ല. റഹ്മത്തുള്ളാഹിനോടും വിരോധമല്ല, അമ്പലക്കടവ് ഫൈസിലോടും വിരോധമല്ല, ആരോടും വിരോധമല്ല, ഈ നാട്ടുകാരോടും വിരോധമല്ല. ഞങ്ങൾ പറയുന്ന ചില ആശയങ്ങൾ അത് ഇസ്ലാമിൻ്റെ ആശയങ്ങളാണ്. പരലോകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ റസൂലും സഹാബത്തും ജീവിച്ച ദീനേതോ ആ ദീനിൽ നാം ജീവിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും നാളെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇത് പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ പിൻപറ്റിയ അനുയായികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം രണ്ടു കൂട്ടരും ശിക്ഷ മുമ്പിൽ കാണുമ്പോൾ അവർക്കിടയിലുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതാണ്. പടച്ചവനെ, ഞങ്ങളെ നീ ദുനിയാവിലേക്കൊന്ന് മടക്കിക്കൊണ്ടാ,
എന്നാൽ ഇന്ന് ഇവർ ഞങ്ങളെ കൈയൊഴിഞ്ഞതുപോലെ ഞങ്ങൾ ഇവരെയും കൈയൊഴിയുന്നതാണെന്ന് അവിടെ വെച്ച് അനുയായികൾ വിലപിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞിട്ടേ, നേതാവ് പറഞ്ഞിട്ടേ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. നാളെ പരലോകത്ത് നരകത്തിൽ സത്യനിഷേധികളുടെ മുഖങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുമ്പോൾ അവർ നടത്തുന്ന വിലാപം സൂറത്ത് അഹ്സാബിൽ അല്ലാഹു പറയുന്നു, റബ്ബനാ ഇന്നാ തഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീലാ. ഞങ്ങളുടെ നാഥാ, ഞങ്ങളെ നേതാക്കന്മാരെയും വലിയവന്മാരെയും അനുസരിച്ചു പോയി, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചു, അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് വിലപിക്കുന്ന രംഗം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നേതാവിനെയും നിങ്ങൾ കണ്ണടച്ചനുകരിക്കണ്ട. അതുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ യഥാർത്ഥ ദീൻ ഏതാണെന്ന് നിങ്ങൾ പഠിക്കുക. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഏതാണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. കാരണം 73 കക്ഷികളിൽ 72 നരകത്തിലാണ്, ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ. ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷിയാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. റസൂലിന്റെ ചര്യയും സഹാബത്തിന്റെ മാതൃകകളും മുറുകെ പിടിക്കുന്നത്. അതിലേക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം ക്ഷണിക്കുന്നത്. പുതിയതൊന്നും ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനില്ല. ഈ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറയുകയാണ്. വമയുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷം ആരെങ്കിലും റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ചാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സഹാബത്തിന്റെ മാർഗമല്ലാത്ത മാർഗം ആരെങ്കിലും പിന്തുടരുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞയിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, നാം അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. വസാഅത്ത് മസീറാ, അതെത്ര മോശമായ മടക്കസ്ഥാനമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റസൂലിന്റെ ചര്യയാണെന്നും സഹാബത്തിന്റെ മാതൃകയാണെന്നും നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് എത്ര ഉപ്പാപ്പമാരെ കാലം നിലനിൽക്കുന്നതാകട്ടെ, എത്രയെത്ര ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ളതാകട്ടെ, നമ്മൾ അതൊന്നും നോക്കാൻ പാടില്ല. സഹാബത്തിന്റെ ചര്യയും റസൂലിന്റെ ചര്യയും മുറുകെ പിടിക്കണം. അങ്ങനെ ജീവിച്ചാലേ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആവുകയുള്ളൂ. ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് വാദിക്കുന്ന കേരളത്തിലെ സമസ്തക്കാർ, APEK, ആന ടൈഗർ ഒന്നും യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ല എന്ന് തെളിവ് സഹിതം ഞങ്ങൾ സമർത്ഥിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇവിടുത്തെ സമസ്തക്കാർക്ക് എന്തു പറയാനുണ്ട് അത് ഈ നാട്ടുകാരോട് പറയണം. ഞങ്ങൾക്ക് വീണ്ടും വിശദീകരിക്കേണ്ടതുണ്ട്. നാട്ടുകാർക്ക് കാര്യം മനസ്സിലാകേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് പരിത്യജിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൗഹീദി പ്രബോധന രംഗത്ത് ഒരു ധീരമായ കൽവെപ്പ്. അൽബയാൻ മൾട്ടിമീഡിയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഒരു KNM മേഖല ദഅവ സംരംഭം.